ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ഭഗവാനി സർവേശ. ശ്രീരാമായണം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. നമുക്ക് ഇന്ന് കിഷ്കിന്ധാകാന്ഡമാണ്. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്ക് ബാലിവധം ആണ് വായിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ബാലിയുമായിട്ടുള്ള യുദ്ധം, അതായത് ഭഗവാൻ ശ്രീരാമൻ ബാലിയടുത്ത് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് ഈ സുഗ്രീവൻ പോയി. പക്ഷെ എന്ത് ചെയ്യാം, രണ്ടുപേരും രക്തത്തെ കുളിച്ചാണ് ആൾ തിരിച്ചറിയാമായതായിപ്പോയി. അതായത് മിത്ര ഖാദിത്വം ആശങ്ക, അതായത് മിത്രൻ്റെ ഈ മിത്ര സുഹൃത്തിൻ്റെ ഘാതകനെ തിരിച്ചറിയാൻ രണ്ടുപേരും ഒരുപോലെ ആയപ്പം ശ്രീരാമഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മുക്തവാനായ അതിൽ അസ്ത്രം ധരിക്ക നീ, അതുകൊണ്ട് എനിക്ക് അമ്പ് അയക്കാൻ സാധിച്ചില്ല. പക്ഷേ സുഗ്രീവൻ ധരിച്ചു മനഃപൂർവ്വം ബാലിയെ കൊണ്ട് കൊല്ലിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. പക്ഷേ അങ്ങനല്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇനി ഒരു തിരിച്ചറിയാൻ വേണ്ടി ഒരു മാല്യം, അതായത് ലക്ഷ്മണനോട് പറഞ്ഞു, ഭദ്ര സുമിത്രാത്മജനോട് ചൊല്ലി. ഞാനെന്താ മിത്രാത്മജ ഗളേ, അതായത് ഈ മിത്രാത്മജനാരാ സൂര്യപുത്രൻ സുഗ്രീവൻ, കഴുത്തിൽ ഒരു പുഷ്പമാല്യത്തെ നീ ബത്വ വിരവോട് അയക്കുക, അങ്ങനെ ഇട്ടുകൊണ്ട് നീ യുദ്ധത്തിന് അയക്കാമെന്ന് ലക്ഷ്മണനോട് പറഞ്ഞതനുസരിച്ച് അങ്ങനെ മാലയൊക്കെ ധരിച്ചാണ് പോകുന്നത്. കാരണം അല്ലെങ്കിൽ രണ്ടുപേരും രക്തത്തിൽ പൂണ്ട് കിടക്കുമ്പോൾ രണ്ടിനും തിരിച്ചറിയാൻ പറ്റാതാകുമ്പം അമ്പ ചെയ്താൽ ചിലപ്പം ഭഗവാൻ അമ്പ ചെയ്യുമ്പോൾ സുഗ്രീവൻ്റെ ഭർത്താവ് കൊള്ളുന്നെങ്കിൽ സുഗ്രീവൻ മരിച്ചു പോകത്തില്ലയോ? അത് കുറ്റക്കാരനാരാ? ബാലിയല്ലയോ? ഈ ഇദ്ദേഹത്തിന് സുഗ്രീവൻ്റെ ഭാര്യയും അപഹരിച്ചു വെച്ചു, പിന്നെ രാജ്യവും എല്ലാം എടുത്തിട്ട് കൊല്ലാൻ നടക്കുമല്ലോ. ഇത് ഒളിച്ചൊരു മലയിലല്ലയോ കഴിയുന്നത്, അതോ യസ്യമോകാതലത്തിൽ. അപ്പോൾ കുറ്റം ചെയ്ത ബാലിയാണല്ലോ. ഇതിന് നിവർത്തിയില്ലാത്തതുകൊണ്ടല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മണ ഒരു മാല്യം കഴുത്തിലിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ശത്രുഘ്നൻ പൂർവജൻ, ശത്രുഘ്നനാരാ? ലക്ഷ്മണൻ്റെ അനുജന. അപ്പം ശത്രുഘ്ന പൂർവജൻ വെച്ചാൽ ആ ശത്രുഘ്നൻ്റെ ജ്യേഷ്ഠൻ എന്നാണ്. മുമ്പേ ജ്യേഷ്ഠൻ. മാല്യവും ബന്ധിച്ച് ഒരു മാല്യ കെട്ടി ഉണ്ടാക്കി മിത്രാത്മജനെ മോദാൽ അയച്ചിട്ട് ഞാൻ അങ്ങനെ സന്തോഷത്തോടെ സുഗ്രീവനെ ബാലിയെടുക്കലേക്ക് അയക്കുകയാണ് യുദ്ധത്തിന് വീണ്ടും ചെയ്യാനായിട്ട്. അല്ലാതെ
ശരിയാവത്തില്ലല്ലോ. എങ്ങനെയായാലും ഭാര്യയെ വധിച്ചെങ്കിലേ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ മറ്റേയാൾ വധിക്കും. അയാൾ അതുകൊണ്ട് ഒളിവിലല്ലയോ, കാര്യം കുറ്റമൊന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ സുഗ്രീവനോടൊത്ത് നിൽക്കുന്നത് അതുകൊണ്ട്, അല്ലാതെ ആ ധർമ്മത്തെ രക്ഷിക്കുകയാണ് ഭഗവാന്റെ കടമ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണ്, അതിനാണ് ഭഗവാൻ വന്നത്. അതുകൊണ്ട് നമുക്ക് ബാലിവധം വായിക്കാം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും അങ്ങനെ വീണ്ടും ചെന്ന് വൃത്രാരിപുത്രനെ, അതായത് ദേവേന്ദ്രപുത്രനാണ് വൃത്രാരിപുത്രൻ. ഇത് മിത്രാത്മൻ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തെറ്റിപ്പോവും. എനിക്കും ആദ്യം കുറച്ച് ഭയങ്കര ഇതായിരുന്നു. മുമ്പ് കഴിഞ്ഞാണ്ടി വായിച്ചോ എനിക്ക് പത്തും മനസ്സിലാക്കുക തെറ്റിപ്പോവും. ഇപ്പം എനിക്കൊന്നുകൂടെ മനസ്സിലുണ്ട്. അപ്പോൾ അന്ന് ഇന്നും വായിച്ചെങ്കിൽ ഒരിക്കലും മാറത്ത്. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ അയ്യോ ഇങ്ങനെ അന്നേ വായിക്കേണ്ടത്, ഞാൻ സമയം കിട്ടുന്നത് എങ്ങനെയാണ്, ഞാൻ നാരായണിയോ അതൊക്കെ അന്നേ മുടങ്ങാതെ ഇടില്ല. അപ്പോൾ അത് നോക്കൂ ഇത് നോക്കൂ, അപ്പോൾ ഇടുന്നതല്ലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. അതുകൊണ്ട് മിത്രാത്മൻ വിളിച്ചാരിയ വൃത്രാരിപുത്രനെ ഭാര്യയെ യുദ്ധത്തിന് വരുമെന്ന്. കാരണം മിത്രാത്മൻ വിളിച്ചിടാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാദം രവിസുതൻ. അതായത് വലിയ ക്രുദ്ധനായിട്ട് കിഷ്കിന്ധ പറഞ്ഞ ഈ ബാലിയുടെ ഭവനത്തിനോടെ ചെന്ന് മഹാസിംഹനാദം പോലെ യുദ്ധത്തിന് വിളിക്കുന്നത്. രവിസുതൻ വെച്ചാൽ ഭാനുസുതൻ, അർക്കൻ്റെ പുത്രൻ, ആരാ, സുഗ്രീവൻ. ഭാര്യയെ വിളിക്കുന്ന ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാദ് വിസ്മിതനായൊരു ബാലിയും. ഇതെന്താ ഇത്രയും ദേഷ്യത്തോടുകൂടി ഇപ്പം അങ്ങോട്ട് വഴക്കിട്ട് കൂടിയിട്ട് യുദ്ധത്തിൽ മടങ്ങി പോയതല്ലയോ, തോറ്റു തുമ്മ ഓടിപ്പോയതല്ലേ, പിന്നെന്താ ഉടനെ വരുന്നത് എന്നൊരു ചിന്ത വന്നപ്പോഴത്തേക്ക് അപ്പോൾ ശ്രുത്വാദി വിസ്മിതനായ ഇതെന്താ ഇങ്ങനെ വീണ്ടും ഇത് കേൾക്കുന്ന ഇങ്ങനെ യുദ്ധത്തിന് വിളിക്കാൻ വരുന്നത് ബാലി ചിന്തിച്ചിട്ട് ബത്വ പരികരം യുദ്ധായ സത്വരം. അത് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാണോ ചിലർ ചോദിക്കില്ല, വീണ്ടും അവൻ വരുന്നത് അവൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക എന്നുള്ളത് പറയത്തില്ല. അതുപോലെ ബത്വ പരികരം യുദ്ധായ സത്വരം, ബദ്ധവൈരം പുറപ്പെട്ട ഒരു നേരത്ത്. അപ്പോൾ ഈ വിളി കേട്ട് യുദ്ധത്തിന് വിളിച്ചപ്പോൾ വിളി കേട്ട് ബാലി ഭർത്തൃ അഗ്രേ ചെന്ന് ബദ്ധ അശ്രുനേത്രയായി. അപ്പോൾ എന്ത് വന്നു, ഇയാൾ യുദ്ധത്തിനായിട്ട് ഇറങ്ങിയപ്പം ഈ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് പറയുന്നു, പിന്നെ ഭർത്തൃ അഗ്രേ, അതായത് ബാലിയുടെ അടുക്ക വന്നു, താര എന്നാ പേര് ആ ഭാര്യയുടെ, ചെന്ന് ബദ്ധ അശ്രുനേത്രയായി കരഞ്ഞും കൊണ്ട് ഭാര്യ പറയുന്നു, മധ്യയെ തടുത്ത് നിർത്തി ചൊല്ലിനാൾ ഭാര്യ പറയുന്നു, ആരെടുത്താ പറയുന്നത്, ബാലിയെടുത്ത്. ശങ്കാവിഹീനം പുറപ്പെട്ടത്. എന്തൊരു ശങ്കയുണ്ട് ഉള്ളിൽ, എനിക്കത് കേൾക്കുന്നത്, എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് കേൾക്കുമോ, ശങ്കാവിഹീനം എന്തിനാ ഇങ്ങനെ പുറപ്പെട്ട് ഇനി പോകുന്നത്, എനിക്കതിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു എന്ന് താര പറയുന്നു. കാരണം വിഗ്രഹത്തിങ്കിൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം ഇപ്പോൾ ഒരു യുദ്ധം നടത്തങ്ങോട്ട് തിരിച്ച് തോറ്റു പോയതാണ്. പിന്നെ ഇങ്ങനെ യുദ്ധത്തിന് വിളിക്കണമെങ്കിൽ എന്തോ തക്കതായ കാര്യമുണ്ടെന്ന് താര ബാലിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയതല്ലേ, ഇപ്പം താങ്കളുമായിട്ട് അതായത് ബാലിയായിട്ട് യുദ്ധം ചെയ്ത വിഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹമായിട്ട്. അപ്പോൾ യുദ്ധം ചെയ്തിട്ട് സുഗ്രീവൻ തിരിഞ്ഞു പോയതല്ലയോ, അപ്പോൾ തിരിച്ച് വീണ്ടും വരണമെങ്കിൽ സുഗ്രീവൻ ആശു വന്നിടുവാൻ കാരണം എത്രയും പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട്, പിന്തുണ നിർണയം. എന്തോ നന്നായിട്ട് പുറക്കലുണ്ട്, നല്ല ശത്രുവായ അയാളെ സംരക്ഷിക്കാനായിട്ട് നല്ല ഒരു മിടുക്കൻ ഈ സുഗ്രീവൻ്റെ പുറകലുണ്ട് എന്ന് താരയ്ക്ക് ബുദ്ധിപൂർവ്വം പറഞ്ഞു. എത്രയും പരാക്രമമുള്ളൊരു മിത്രം, ഒരു സഹായി ഈ സുഗ്രീവനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വന്ന് വെല്ലുവിളിക്കുന്നത്. പിന്തുണ നിർണയം, നല്ല പിന്തുണയുണ്ടെന്ന് താര നിർബന്ധമായിട്ടും ബാലിയോട് പറഞ്ഞു. അതുകൊണ്ട് ബാലിയും താരയോട് ആശു പറയുന്നു, ചൊല്ലിയിട്ട് ഞാൻ ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ. ഭാര്യയോട് ബാലി പറയുന്നു, ബാലേ ബലാലൊരു ശങ്കയുണ്ടാകുല, നീ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കണ്ട, കൈ അയച്ചിടു നീ വൈകരുതേതുമേ, നീ ഒരു കാര്യം ധരിക്കണം ഓമലേ, ബന്ധുവായ ആരുള്ളത് ഓർക്കുക, സുഗ്രീവൻ ആരാ അവനിവിടെ ബന്ധുവായിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധമില്ല എന്നോട് വൈരത്തിന് എന്നോടും ആർക്കും വൈരാഗ്യമൊന്നും ഇല്ല. അപ്പം എന്നെ അങ്ങനെ പിന്തുണച്ച് ആരും വന്ന് എന്നെ കൊല്ലാനായിട്ട് എനിക്ക് ആരും വിരോധികളായിട്ടും ഇല്ല. പിന്നെ സുഗ്രീവൻ ആരാ ഇവിടെ ബന്ധുവായിട്ടുള്ളത്, അതും ഇല്ല. അതുകൊണ്ട് ബന്ധുവായുണ്ട് അവൻ ഏകനെന്നാകിലോ, ഏതവനാലും അവന് തിരിഞ്ഞൊരു ബന്ധുവൻ ഉണ്ടെങ്കിൽ, സുഗ്രീവൻ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഹന്തവ്യം എന്നാൽ അവനും അറിയട്ടെ, കൊല്ലത്തക്കവൻ
അവനാണെന്ന്, അവനെ ഞാൻ കൊന്നിരിക്കും എന്ന് മനഃപൂർവ്വമായിട്ട് ബാലി പറഞ്ഞു. അങ്ങനെ ഒരു പിന്തുണയ്ക്കൊരാളുണ്ടെങ്കിൽ അവനും മരണമാണെന്ന് പറഞ്ഞു. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹ അന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ഒരു ശത്രു വന്ന് മുറ്റത്ത് വന്ന് വീടിനകത്ത് വന്ന് ചോദിക്കുന്നത് എനിക്ക് യുദ്ധം ചെയ്യണതിനോട് പറയുമ്പോൾ എല്ലാം വിളിച്ചാൽ ഞാൻ ഇവിടെ അടങ്ങിയിരിക്കാൻ പറ്റൂ. അതാണ് ശത്രുവായുള്ളവൻ. അത് സുഗ്രീവൻ അനുജനാണെങ്കിൽ ശത്രുവാണ് ഇപ്പോൾ. അത് അങ്ങനെ ഉള്ളവൻ വന്ന് ഗൃഹ അന്തികെ ഈ വീട്ടുമുറ്റത്ത് അടുത്ത് യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ? അത്ര ധീരത്തുള്ള ശൂരത്വമുള്ള നല്ല പ്രൗഢിയായ എല്ലാത്തിനും കേമനെന്നിരിക്കുന്ന ഒരു ശൂരത്വം അങ്ങനെയുള്ളൊരു പുരുഷൻ അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരുത്തം വെല്ലുവിളിക്കാൻ വരുമ്പം അതുകൊണ്ട് പീരുവായ ഉള്ളിൽ അടച്ചത് ചൊല്ലു നീ. ഞാനങ്ങനെ പേര് പേടിച്ച് മുറിക്കകത്ത് അടച്ചിരിക്കാനൊക്കെയോ നീ പറയൂ. വൈരിയെ കൊന്ന് വിരവിൽ വരുവൻ ഞാൻ ഈ ശത്രുവിനെ കൊന്ന് ഞാൻ പെട്ടെന്ന് തന്നെ വരും. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്കുക നീ വല്ലഭേ. നീ ധൈര്യമായിരിക്കൂ പ്രിയേ വല്ലഭേ. അങ്ങനെ താരയും ചൊന്നാൾ അത് കേട്ട് അവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ. എന്നിട്ട് വീണ്ടും താര പറയുന്നു, എന്തു പറയുന്നു? വീരശിഖാമണി ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് ബാലിയോട് പറയാം, വീരനായിരിക്കുന്ന ശിഖാമണി ഞാൻ പറയുന്നത് കേട്ടാലും. കാനനത്തിങ്കൽ നായാട്ടിന് പോയതു താനേ മമ സുതൻ അങ്കദൻ. അന്നേരം നമ്മുടെ മകനായ അങ്കദൻ എന്നാണ് പേര്, ബാലിയുടെ മകൻ അങ്കദൻ കാനനത്തിൽ നായാട്ടിന് പോയി ഒറ്റയ്ക്ക്. മമ താനി അങ്ങനെ എൻ്റെ സുതൻ അതായത് നമ്മുടെ നന്ദനൻ തനിച്ച് പോയി കാനനത്തിൽ നായാട്ടിന്. കേട്ടൊരു ദന്തം എന്നോട് ചൊന്നാൻ അത് കേട്ടിട്ട് ശേഷം യഥോചിതം പോകാം നീ. ഇത് കേട്ടിട്ടേ പോകാവൂ, കാരണം അത് കേൾക്കൂ, ഞാൻ പറയാം. എന്താ മകൻ പോയിട്ട് വന്നപ്പം കേട്ട കാര്യം? ഒരു വാർത്ത കേട്ടൊരു ദന്തം എന്നോട് ചൊന്നാൻ അത് അമ്മയായ താരയെടുത്ത് ഈ മകൻ അങ്കദൻ നായാട്ടോട്ട് വന്നപ്പോൾ പറഞ്ഞു ഒരു കാര്യം, ഒരു വാർത്ത അറിഞ്ഞമ്മേ, അത് ഞാൻ പറയാം. എന്തോ പറഞ്ഞത്? ശ്രീമൽ ദശരഥനാമം ദശരഥനാം അയോധ്യാധിപൻ. അപ്പോൾ ശ്രീമൽ അതായത് ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ. അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മകനായ രാമൻ എന്നു പേരായ ഒരു നന്ദനൻ, ഒരു മകൻ അവിടെ ഉണ്ട്. ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡക കാനനെ. അത് അനുജനായ ലക്ഷ്മണനും ഭാര്യയായ സീതയും കൂടി ദണ്ഡൻ അതായത് ഈ വനത്തിൽ ലക്ഷ്മീ സമയായ സീതയോട് ഭാര്യയോടും കൂടി വന്നിരുന്നിടിനാൽ ദണ്ഡക കാനനത്തിൽ എങ്ങനെ വന്നിരുന്നു? വന്യ അശനനായി എന്ന് വെച്ചാൽ വന്യ ഫലമൂലാദികളൊക്കെ കഴിക്കുക. ഭക്ഷണത്തിന് ഈ പഴവർഗ്ഗങ്ങളൊക്കെ വനത്തിലുള്ളതൊക്കെ കഴിച്ചും കൊണ്ട്, അതാണ് വന്യ അശനം. അശനം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിനാ പറയാം. വന്യാസനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നെ പത്നിയെ. അങ്ങനെ അവർ വനത്തിൽ നിന്ന് തപസ്സിന് ആഹാരങ്ങളൊക്കെ എടുത്ത് കഴിച്ചും കൊണ്ട് അവർ തപസ്സിന് പോയ സമയത്ത് എന്ത് വന്നു? കട്ടുകൊണ്ടുപോയി ആരെ? പത്നിയെ, സീതയെ. ആരാ? രാക്ഷസൻ. ദുഷ്ടനായുള്ളൊരു രാവണനെ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തങ്ങളുടെ പത്നിയെ, രാഘവൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോയി. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഇർഷ്യമൂകാചലെ വന്നിതു. അങ്ങനെ ലക്ഷ്മണനും ശ്രീരാമനും കൂടെ ഈ സീതയെ അന്വേഷിച്ച് നടന്ന് ഋഷ്യമൂകാചലത്തിനവിടെ വന്നു. ഈ സുഗ്രീവനടുക്കൽ വന്നു, ഈ പർവ്വതത്തിനടുക്ക വന്നു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. അങ്ങനെ വന്നപ്പോഴാണ് മിത്രാത്മജനാരാ? ചിന്തിക്കും ആരാണെന്ന്? മിത്രാത്മജൻ സൂര്യപുത്രൻ സുഗ്രീവൻ. മിത്രം ആത്മജൻ മകൻ, മിത്രം സൂര്യപുത്രൻ സുഗ്രീവൻ്റെ അടുക്ക വന്ന് ശ്രീരാമൻ തങ്ങൾ കണ്ടു. എന്തിനാ വന്നത്? സീതയെ തിരക്കി. അങ്ങനെ വന്നപ്പോൾ ഇവർ തങ്ങൾ കണ്ടുമുട്ടി. അനുജനായ സുഗ്രീവൻ, ബാലിയുടെ അനുജൻ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടിടിനാൻ മിത്രമായി വാഴുക എന്ന അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാൽ അഗ്നിസാക്ഷിയായി അവർ തങ്ങളെ അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു മിത്രമായിരിക്കണം, സുഹൃത്തായിരിക്കണമെന്ന്. അത് ആര് കേട്ട? ഇത് ആര് പറയുന്ന? അങ്കദൻ മകൻ നായാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കേട്ടൊരു കേൾവി, ഒരു വാർത്ത കേട്ട് നമ്മളതൊരു ഒന്ന് അനങ്ങിയാൽ മതി, എല്ലായിടും അങ്ങ് പരക്കത്തില്ല. അതുപോലെ ആ കുട്ടി അത് കേട്ടെന്ന് താരയെടുത്ത് പറഞ്ഞത് ആ കാര്യം. അതിവിടെ ആരോട് പറയുന്നു? ഇപ്പം ബാലിയെടുത്ത് താര പറയുന്ന, അത് അറിഞ്ഞിട്ടേ ഇങ്ങനെ യുദ്ധത്തിന് പോകാവൂ, ഇങ്ങനെ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? സഖ്യം ചെയ്തെന്ന്. സുഗ്രീവനും ശ്രീരാമനുമായിട്ട് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു മിത്രമായി വാഴുകാമെന്ന്. അപ്പോൾ ഒരു സഹായി ആയല്ലോ. അതുകൊണ്ട് മിത്രമായി വാഴുക എന്ന അന്യോന്യം ഒന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ട് അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്ക് അങ്ങ് ഇരുവനും ആയുടൻ. അവർക്ക് രണ്ടുപേർക്കും ദുഃഖമുണ്ട്. ഭാര്യയെ കാണാതെ പോയി സീതയെ ശ്രീരാമന്, അപ്പോൾ അത് ദുഃഖമായി.
അതുപോലെ തന്നെ സുഗ്രീവനും എല്ലാം നശിച്ച് ഈ ജ്യേഷ്ഠൻ അത്താം ബാലി നഷ്ടപ്പെടുത്തി അയാൾക്ക് വന്നു. അപ്പോൾ അയാൾക്കും ദുഃഖമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ ദുഃഖം, ഭാര്യയും രണ്ടുപേർക്കും ഇല്ല എന്ന് അങ്ങനെ ഒരേ ദുഃഖം പോലെ ആയതുകൊണ്ട് വൃത്രാരുപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തതു രാഘവൻ. അതായത് വൃത്രാരുപുത്രനാരാ ബാലി, ദേവേന്ദ്രൻ്റെ പുത്രനാ ബാലി. വൃത്രാരിപുത്രനെ കൊന്നിട്ട് കിഷ്കിന്ധയിൽ, ഇപ്പം രാജ്യം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാലിയാണ് കിഷ്കിന്ധയിൽ. ആ കിഷ്കിന്ധ രാജ്യത്ത് ഇനി ഈ ബാലിയെ കൊന്നിട്ട് മിത്രാത്മജനെ, അതായത് സൂര്യപുത്രനായ സുഗ്രീവനെ വാഴിക്കാം എന്ന് സത്യം ചെയ്തു കൊടുത്തു രാഘവൻ. സത്യം അർക്കതനും അന്നേരം സുഗ്രീവൻ സുഗ്രീവൻ അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യം ഏവം പ്രതിജ്ഞയും ചെയ്തതു. അപ്പോൾ എന്താ, സുഗ്രീവന് വേണ്ടുന്നതെല്ലാം ചെയ്ത് ഭാര്യയെ കൊന്നിട്ടോ രാജ്യവും ഭാര്യയും തിരിച്ചു കൊടുപ്പിക്കാന്ന് ശ്രീരാമനും പറഞ്ഞു കൊടുത്തു. സീതയെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാന്ന് സുഗ്രീവനും പറഞ്ഞു കൊടുത്തു. അപ്പോൾ രണ്ടുപേരും തങ്ങളിൽ സഖ്യം ചെയ്തു. ഇതാരറിഞ്ഞത്? അങ്കദൻ നായാട് കഴിഞ്ഞിങ്ങനെ നടന്നപ്പോൾ അറിഞ്ഞു ഇങ്ങനൊരു ചരിത്രം, ഒരു വാർത്ത ഇത് എന്ന് അമ്മയടുത്ത് പറഞ്ഞു. ഈ വാർത്ത ഇവിടെ ബാലിയെടുത്ത് പറയുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം യുദ്ധത്തിന് പോകാൻ. അപ്പോൾ നല്ല ഒരു സുഹൃത്ത് കൂടെ ഉണ്ട് എന്ന് താര പറയുന്നു. അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തത് വന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശ സുഗ്രീവനെ സ്വൈരമായി വാഴിച്ച് കൊള്ളുക ഇളമയായി. ഇളമേച്ചാൽ എന്താ, മൂത്തയാൾ രാജ്യം പാലിക്കുമ്പോൾ യുവരാജാവായിട്ട്, അതുകൊണ്ട് ഞാൻ താര പറയുന്നു യുവരാജാവായിട്ട് വിരോധമെല്ലാം കളഞ്ഞിട്ട് ഈ സുഗ്രീവന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യൂ, അങ്ങനെ മതി എന്നെല്ലാം താര പറഞ്ഞു ഈ ഭർത്താവിനോട്. കാരണം ഇങ്ങനെ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്, ഭാര്യയെ കൊന്നിട്ട് രാജ്യം സുഗ്രീവന് കൊടുപ്പിക്കും, ഭാര്യയും എല്ലാം വീണ്ടെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞ അങ്ങനെ സംഭവിക്കേണ്ട, വഴക്കുണ്ടാകണ്ട, യുദ്ധം ചെയ്യേണ്ട, യുദ്ധം മരിക്കുന്നെങ്കിലും ഭയമുണ്ട് ഈ താരയ്ക്ക്. അതുകൊണ്ട് ഇതെല്ലാം നല്ല വാക്കും പറഞ്ഞ് വിടുവാണ്. പക്ഷേ അയാൾ കേൾക്കത്തില്ല, വിനാശകാല് വിപരീത ബുദ്ധി. അതുകൊണ്ട് വൈരമെല്ലാം കളഞ്ഞാശ സുഗ്രീവനെ സ്വൈരമായി, അതിൻ്റെ സ്വൈരയിലൊന്നും ആ ഭാര്യയ്ക്ക് അറിയാം, എവിടേക്കോ മറഞ്ഞൊളിഞ്ഞ് നടക്കുക. അവിടെ ചെല്ലാത്ത എന്താ, അവിടെ ശാപം കിട്ടിയിട്ടുണ്ട്. അവിടെ ബാലി ചെന്ന ഋഷ്യമുഖാചല ചെന്ന തല പൊട്ടിത്തെറിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഇട്ട് ചെല്ലാത്തത്. അല്ലെങ്കിൽ എന്നേ സുഗ്രീവനെ കൊന്നേനെ. സ്വൈരമായി വാഴിച്ചു ഒൾക ഇളമയായി. രാജാവിൻ്റെ 2ാം സ്ഥാനം കൊടുത്ത് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് അവരെയും കൂടെ സ്വൈരം കൊടുക്കൂ. യാഹി രാമം നീ ശരണമായി വേഗേന, അത് പോയാലും അങ്ങനെ മതി. പാഹിമാം അങ്കദം രാജ്യം കുലഞ്ചതേ, അങ്ങനെ ഭക്ഷിച്ചാലും, അതായത് അങ്ങനെ തന്നെ ചെയ്താലും. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും. ഇത് കാല് പിടിച്ചാണ് താര ഇതൊക്കെ പറയുന്നത്. അങ്ങനെ താര നമസ്കരിച്ചു ബാലിയുടെ. അവർക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്ര മാത്രം അവർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം, അങ്ങനെ തന്നെ ചെയ്യൂ. കാലെല്ലാം പിടിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് വിധം വ്യാകുലഹീനം പുണർന്ന് അനുരാഗവശേന പറഞ്ഞതു ബാലിയും. അപ്പോൾ വ്യാകുലഹീനം, ഒരു വ്യാകുലവും ഇല്ലാതെ വ്യാകുലപ്പെട്ട് പറഞ്ഞ് ഭാര്യ, പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല. വ്യാകുലഹീനം വെച്ചാൽ ഒരു വിഷമവും ഇല്ലാതെ പുണർന്ന് അനുരാഗവശേന പറഞ്ഞത് ബാലിയും. എന്താ പറഞ്ഞേ, സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയാകിയതും നീ ഭയക്കാതിരിക്കുന്നതിന് സ്ത്രീകളുടെ സ്വഭാവമേ ഇത് തന്നെയാണ്. ഇങ്ങനെ തൊട്ടതിനെ പിടിച്ചതെല്ലാം അങ്ങ് ഭയമാണ്. അതുകൊണ്ട് സ്ത്രീ ഒരു പേടി കൂടാതെ ഇദ്ദേഹം പറയുന്നതൊക്കെ ഒരു ചഞ്ചലമില്ല. സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയാകിയതുമേ നാസ്തി ഭയമമ വല്ലഭേ കേൾക്ക നീ. ഇങ്ങനെ ഭയപ്പെടാതെ എൻ്റെ വല്ലഭേ നീ കേൾക്കൂ, ഞാൻ പറയാം. ശ്രീരാമലക്ഷ്മന്മാർ വന്നിതെങ്കിലോ ചേരും എന്നോടവനെന്ന നിർണയം. ശ്രീരാമലക്ഷ്മണർ വന്നാൽ സുഗ്രീവനടുത്തല്ല ചേരുന്നത്, എന്നോടാ ബാലിത്തെ ചേരുന്നത്. കാരണം ബാലിക്ക് അത്രമാത്രം ഭക്തി സുഗ്രീവനേക്കാളും ഭഗവാനോട് ഭക്തി ബാലിക്കാണ്. അതുകൊണ്ട് വന്നാൽ അവർ എന്നോടേ ചേരുള്ളൂ, ബാലിയടുത്തേ ചേരുള്ളൂ എന്നാണ് പറയുന്ന ഭാര്യയെടുത്ത്. ശ്രീരാമ ലക്ഷ്മണർ വന്നിതെങ്കിലോ ചേരും എന്നോട് അവരെന്ന് നിർണയം. അപ്പോൾ എന്നോടേ സുഹൃബന്ധം പിടിക്കത്തുള്ളൂ, എന്നോടാണ് ഇഷ്ടം കൂടുതൽ, ഞാനാ ഭക്തൻ സുഗ്രീവനേക്കാളും. രാമനെ സ്നേഹം എന്നോളം ഇല്ല ആർക്കുമേ, എന്നോളത്ര സ്നേഹം രാമന് മറ്റാരോടും ഇല്ല, ബാലിനുള്ള സ്നേഹം ആരോടും ഇല്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ച ഭൂമി ഭാരഹരണാർത്ഥം എന്ന് കേൾക്കൊണ്ട് ഞാനും ബാലി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ ദുഷ്ടന്മാരാണല്ലോ ഭാരം, അതായത് അത്രമാത്രം ശത്രുക്കളായിട്ടെന്ന് സർവ്വപേരെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരായ ദുഷ്ടന്മാർ, അവരെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് രക്ഷിക്കാൻ, ഭക്തന്മാരെയൊക്കെ രക്ഷിക്കാനാണല്ലോ ഭഗവാൻ വന്നത്. അവിടെ നാരായണൻ
താൻ അവതരിച്ച് ഭൂമി ഭാരഹരണാർത്ഥമെന്ന് കേൾപ്പുണ്ടു. ഞാൻ ബാലി അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. അത് സത്യമാണ്. പക്ഷഭേദമൊന്നുമില്ല. സുഗ്രീവനെയും ബാലി ഒന്നുപോലെ കാണും. പക്ഷെ ദുഷ്ടനായിട്ടുണ്ടെങ്കിൽ അവനെ ഹനിക്കുകയും ചെയ്യും. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഭഗവാൻ അങ്ങനെ അതിനാണല്ലോ ഭൂമിയിൽ വന്നത്. അല്ല ഇവരെ അനുജനും ജ്യേഷ്ഠനെ സന്തോഷിപ്പിച്ച് ജീവിക്കാനല്ല ഭഗവാൻ വന്നത്. ദുഷ്ടന്മാരവിടെ ഉണ്ടെങ്കിൽ അവരെ നിഗ്രഹിച്ച് തീർത്ത് ആ ഭൂമിയിൽ നിന്ന് ഒഴിച്ചു കളയാനാണ് വരുന്നത്. അപ്പോൾ എന്ത് വന്നു? പക്ഷഭേദം ഭഗവാനില്ലാന്ന് ബാലി പറയുന്നു. പക്ഷെ ബാലി ആരാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ചെയ്യുന്ന കുറ്റം എന്താണെന്ന് ചിന്തിക്കുന്നില്ല. സുഗ്രീവനെ പോലാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷാഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണൻ ഏകനാത്മാ രാമനീശ്വരൻ നിർഗുണനാണ്. ത്രിഗുണങ്ങളില്ലാത്ത ഭഗവാനാണ്. അതുകൊണ്ട് ഏകനാത്മാ രാമനീശ്വരൻ ഏകനാത്മാവാണ്. തച്ചരണാംബുജയെ വീണ് നമസ്കരിച്ച് ഇച്ഛയ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങി പോരുവൻ. ബാലി പറഞ്ഞു, ഞാൻ തന്നെ ഭഗവാന്റെ പാദാംബുജത്തിൽ നിന്ന് വീണ് നമസ്കരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് കിഷ്കിന്ധയിലേക്ക് കൊണ്ടുവരും. ഗൃഹത്തിങ്കിൽ ഉപകാരവും നമ്മുടെ ഈ ഭവനത്തിൽ അത്രമാത്രം ഭഗവാനെ കൊണ്ട് ഉപകാരവും ഉണ്ട്. സുഗ്രീവനേക്കാളും എന്നെ കൊണ്ട് ഓർക്കുന്നത്. അപ്പോൾ സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടാണ് കൂടുതൽ സഹായം ഭഗവാന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സീതയെ കണ്ടുകണ്ടെങ്കിൽ അയാൾ പോയി ഒറ്റയടിക്ക് അത്ര ധൈര്യശാലിയാണ്. അതൊക്കെ സാധിക്കാൻ ഇങ്ങനെ കൊണ്ടാ പറ്റുന്നത്. അതുകൊണ്ട് എനിക്കാണ് കൂടുതലും ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് ഗൃഹത്തിങ്കിൽ ഉപകാരവും ഏറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ട് ഓർക്കാൻ. നീ അപ്പോൾ നീ വിചാരിക്കൂ സുഗ്രീവനേക്കാളും അത് ബാലിയെ കൊണ്ടാണ് ഭഗവാന് കാര്യം സാധിക്കുന്നത്. അതുകൊണ്ട് എന്നോടായിരിക്കും ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോരും. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും. അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ആര് ഭഗവാനെ ഭജിച്ചാൽ അവരോടൊത്ത് നിൽക്കുമല്ലോ. അതായത് പക്ഷഭേദം അന്യഭാവം. ഞാനെന്ന് നീയുള്ള ഭാവം ഭഗവാനില്ല, രണ്ടെന്നുള്ള ഇതില്ല. അതുകൊണ്ട് അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. അതുകൊണ്ട് ഞാനാണ് കൂടുതലും ഭഗവാന്റെ ഭക്തൻ. അതുകൊണ്ട് എൻ്റെ കൂടൊപ്പം തന്നെ ഭഗവാൻ വരും. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. അപ്പോൾ ഭക്തി കൊണ്ട് നമുക്ക് ഭക്തി കൊണ്ട് നമുക്ക് പ്രാപിക്കാം ഭഗവാനെ. ഭക്തി കൊണ്ടേ ഭഗവാനെ വശത്താക്കാൻ പറ്റൂ. ഭഗവാൻ അപ്പോൾ ഭക്തനെ ദാസനാവും. ഭക്തി ഉണ്ടോ ഭഗവാനെ നമുക്ക് ചേരാം. ഭക്തനോടൊക്കെ ഭഗവാന് അത്രമാത്രം ഇഷ്ടമാണ്. അതുകൊണ്ട് പറയുന്നു ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ. ഭക്തിയോ പാർക്കിൽ എന്നോളമില്ല ആർക്കുമേ. അയാൾക്ക് തോന്നുന്നു അയാൾക്കാണ് വലിയ ഭക്തി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നും. ഇപ്പോൾ എനിക്കൊന്നും പക്ഷേ ഒരു അറിവില്ലാത്ത ഒരുപാട് ഭക്തന്മാർ ലോകത്തുണ്ട്. ഒരറിവും വേണ്ട. ഭക്തൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തി മതി ഭഗവാൻ, അറിവൊന്നും വേണ്ട. ചിലർക്ക് തോന്നും എന്താ എനിക്കൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഭക്തിക്ക് വില. പക്ഷേ ഭഗവാൻ എന്താ വേണ്ട? അറിവല്ല വേണ്ടുന്നത്. ഭഗവാൻ ഭക്തിയാണ് വേണ്ടത്. ഇതൊക്കെ വായിച്ചറിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഭഗവാനോട് ഭക്തിക്ക് മാത്രമേ ഭഗവാൻ വില കൊടുക്കൂ. അതൊരു ഭക്തനോട് അങ്ങനെ ഒന്നും അറിയണ്ട. എത്രയോ നമുക്ക് തന്നെ അറിയാമല്ലോ പല കാര്യങ്ങളും. എത്രമാത്രം ഭക്തിയിലാണ് ഓരോ സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ലോക ഗുരുവായിട്ടൊക്കെ ഇന്ന് ഞാൻ എടുത്ത് പറഞ്ഞ് കേൾപ്പിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ജനങ്ങളല്ലയോ എന്താ അത്രമാത്രം കുട്ടിനാളിലെ തപസ് ചെയ്ത ഭക്തി കൊണ്ടാണ്. അവർക്ക് ഇങ്ങനെയുള്ള അറിവുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും എന്തായി മാറി ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്താ അവിടെ ഭക്തിയല്ലയോ വേണ്ടത്? കുട്ടിനാളൊട്ടേ കായലുവാരത്തിൽ നിന്ന് ധ്യാനിക്കുന്നതൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി, അങ്ങനെ ഒരു വിവരം ഇല്ലാത്തൊരു കുടുംബത്ത് അങ്ങനെ ഒരു കുട്ടി വരണമെങ്കിൽ എത്രമാത്രം ആയിരിക്കും അവരുടെ ഉള്ളം? ആരായിരിക്കും? ഒരു ദേവിയല്ലേ? അത് ഭക്തിപൂർവ്വമാണ് അങ്ങനെ വന്നത്. അല്ല ഒരറിവ് ഉണ്ടായിട്ടില്ല. 2-3 ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ എന്തറിവ് ഉണ്ടാവാനാ? ഭക്തിക്കാണ് വില എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാൻ ഭക്തിഗമ്മൻ പരമേശ്വരൻ വല്ലഭേ. ഭക്തിയോ പാർക്കിൽ എന്നോളമില്ല ആർക്കും. നമുക്ക് തോന്നും ഇതെല്ലാം പുരാണങ്ങളൊക്കെ പഠിച്ച് വായിച്ച് പല ആൾക്കാർക്കും തോന്നല ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു, എനിക്ക് വേദശാസ്ത്ര പുരാണങ്ങളെല്ലാം അറിയാം, ശാസ്ത്രങ്ങളെല്ലാം അറിയാം, 6 ശാസ്ത്രമൊക്കെ അറിയാം, പക്ഷേ എന്നോടൊപ്പം ആരും വരത്തില്ലെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഭക്തിയില്ലെങ്കിൽ ഏതുമില്ല. ഒന്നുമില്ല, യാതൊരു വിലയും ഇല്ല. ഈശ്വരന് ഭക്തിയാണ് വേണ്ടതെന്ന് ഞാനിത് അച്ഛൻ്റെ ഗ്രന്ഥത്തിൽ കൂടെ തന്നെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. ഭക്തിക്കേ ഉള്ളു മാഹാത്മ്യം. എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താൽ അതൊക്കെ നല്ല പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ ഭാവിയിൽ എല്ലാം വേണ്ടുന്നതാണ്. നമുക്ക് നന്മ ചെയ്യുന്നതാണ്. സജ്ജന സംസർഗവും സൽക്കർമ്മങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഭഗവാൻ ഭക്തിയില്ലെങ്കിൽ മുക്തിയില്ല. അതാണ്. അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം പറയുന്നു ഭക്തിയോ പാർക്കിൽ എന്നോളമില്ല ആർക്കുമേ. ദുഃഖവും നീക്കി വസിക്കുന്ന വേശ്മനി നീ ഗൃഹത്തിൽ പോയി ഗൃഹത്തിൽ നീ പോയി കഴിയൂ. ഭക്തി പാർത്താൽ എന്നോളം ആർക്കുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്നൊപ്പം തന്നെ ആയിരിക്കും. പുഷ്കരലോചനെ പൂർണ്ണ ഗുണാംബുധേ ഇത്തം ആശ്വാസ്യ വൃത്രാരി പുത്രനും കൃതനായ സത്തരം ബദ്ധ്വാ പരികരം. അങ്ങനെ പറഞ്ഞിട്ട് നിർഗമിച്ചിടിന യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃത താരയും അശ്രുഗണങ്ങളും വാർത്ത് ആരൂഢഖേദം അകത്ത് പൊക്കിട കണ്ണുനീര് കരഞ്ഞുകൊണ്ട് താര അകത്തേക്ക് പോയി. അപ്പോൾ
താരയും അശ്രുകണങ്ങൾ കരഞ്ഞ് വാർത്ത് വാർത്ത് ആരുടെ ഖേദത്തോട് പുക്കിയിടിനാൾ. അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് പോയത് അകത്തോട്ട്. പല്ലം കടിച്ച് അലറിക്കൊണ്ട് ബാലിയും നെല്ലുന്നില്ലെന്ന് അണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചതു ബാലിയെ. അപ്പോൾ അവിടത്തേക്ക് സുഗ്രീവനോടെ യുദ്ധത്തിന് വന്ന് നിൽക്കുമല്ലേ, അങ്ങനെ എന്ത് പറഞ്ഞു, പിന്നെ മുഷ്ടികൾ കൊണ്ട് താടിച്ചു ബാലിയെ ഒന്ന് ഇടിച്ചു. ആരാ? സുഗ്രീവൻ. അപ്പോൾ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം. അപ്പോൾ എന്തോ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം ചെയ്ത് തട്ടിയും മുട്ടുകൊണ്ട് തലകൾ തങ്ങളിൽ തട്ടിയും മുട്ടുകൊണ്ട് തല തങ്ങളിൽ കൊട്ടിയും ഏറ്റം പിടിച്ച് കടിച്ചും അങ്ങ് ഊറ്റത്തിൽ വീണും പുരണ്ടും ഉരുണ്ട് ചീറ്റം കലർന്ന് നഖം കൊണ്ട് മാന്തിയും തലകൾ തങ്ങളിൽ ഇടിച്ചും പല പല രീതിയിൽ അവർ ഭയങ്കര യുദ്ധം. അപ്പോൾ ചാടി പതിക്കയും കൂടെ കുതിക്കുക, തലതങ്ങളിൽ തങ്ങളിയിടിക്കുക, മുട്ടിയുരുട്ടിടിക്കുക, ചാടി പതിക്കുക, കൂടെ കുതിക്കുക, മാടി തടുക്കയും കൂടെ കൊടുക്കയും. അതായത് ഓരോരുത്തർക്ക് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് അങ്ങനെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അങ്ങനെ ഓടിക്കഴിക്കുകയും വാടി വിയർക്കയും മാടി വിളിക്കുകയും വാടാ അടിയടാ എന്നൊക്കെ പറയത്തില്ലയോ. അങ്ങനെ ഭയങ്കര രണ്ടും ചേട്ടനും അതിനും വലിയോ, രണ്ടുപേരും ആൾ മോശം. ഒന്ന് സൂര്യൻ്റെ പുത്രനും ഒന്ന് ദേവേന്ദ്രൻ്റെ പുത്രനും അല്ലയോ. അപ്പോൾ പിന്നെ ആർക്കും തോക്കുമോ? ഇത്രയെങ്കിലും ബലം കുറവ് ആർക്കാ? സൂര്യൻ്റെ പുത്രനാ, സുഗ്രീവനാ. അപ്പോൾ മാടി വിളിക്കുകയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ട് നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കും. കണ്ടു നിൽക്കുന്നവരൊക്കെ എന്താ പറയുക, മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ട് നിൽപ്പവർ, കണ്ടു നിൽക്കുന്ന ആളുകൾ ദൃഷ്ടി അങ്ങ് കുളിർക്കുന്ന. ചിലർക്ക് ഇങ്ങനെ യുദ്ധം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ദൃഷ്ടി കണ്ണങ്ങ് കുളിർത്തുക. നല്ല ചിലരങ്ങല്ലേ ഈ സിനിമ കാണാൻ പോകുന്നവർ പറയുമല്ലോ, എനിക്കിഷ്ടമല്ല. ഞാൻ പണ്ട് ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നിടയ്ക്ക് ഒന്ന് പോയി. അന്ന് എനിക്ക് ഹൃദയത്തിനൊക്കെ ഭയങ്കര ഇടിയായിരുന്നു. എന്തോ ഇത് കണ്ട് ഞാൻ സിനിമ കാണാറില്ല. അന്ന് വന്നപ്പോൾ ഒന്ന് രണ്ട് കാണാൻ എന്നെ കൊണ്ട് പോയ കാര്യം 10-15 വയസ്സുള്ള. അപ്പോൾ അന്ന് അതുകൊണ്ട് പിന്നെ പോകത്തില്ല. ആ ഇടി എനിക്ക് തോന്നുന്നു ഒറിജിനലായിട്ട് അവരങ്ങ് ഇടി കൊള്ളുവാണെന്ന് എനിക്കറിയാമോ. ഞാനങ്ങനെ കണ്ട് എനിക്ക് ഇത്രയും ഇടി കൊണ്ടോ, അതുപോലെ കാണാൻ ഭയങ്കര സന്തോഷമുള്ളവരുണ്ട്. പക്ഷേ എനിക്കത് ഭയമാണ്. അതുകൊണ്ട് ഇവിടെ എന്തെന്ന് ചിലർക്ക് കണ്ണ് കുളിർക്കുക, ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിയും കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് വാഴ്ത്തി സ്തുതിക്കുകയും കാലനും കാലകാലം താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിന് ഒക്കത്തില്ല ദൃഢം. അതായത് കാലനും കാലകാലനാരാ? ശിവൻ. യമനും ശിവനും കൂടെ ഇടിച്ചു മൂത്താലും ഇത്രയും വരത്തില്ല. അത്രയ്ക്കാണ് ബാലി സുഗ്രീവൻ്റെ യുദ്ധം. കാലനും കാലാന്തനും ഉള്ള പോർ അത് യുദ്ധം. അത് പരമേശ്വരനാണല്ലോ കാലകാലൻ. യമനും ഭഗവാനോട് ഉള്ള യുദ്ധമായാലും ഇത്രയും ഒക്കത്തില്ല. അത്രമാത്രം ബാലി സുഗ്രീവ യുദ്ധത്തിന് ഒക്കത്തില്ല. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുപോലെ, ഒരേപോലെ രണ്ട് സമുദ്രങ്ങൾ പൊരുതിയാൽ എങ്ങനെയാ അതുപോലെയോ, രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ ഒരേപോലെ രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരുമ്പോലെയും കണ്ടവരാർത്ത് കൊണ്ട് ആടി പുകഴ്ത്തിയും കണ്ടീല വാട്ട ഒരുത്തനും ഏതുമോ. രണ്ടുപേർക്കും ഒരു ക്ഷീണവുമില്ല, നന്നായി അരങ്ങ് പൊരുതുവാണ്. അപ്പം എന്താ പറയുക, അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും. ആരാ അച്ഛൻ? ദേവേന്ദ്രൻ ഒരു മാല കൊടുത്തത് ബാലി ഇട്ടിട്ടുണ്ട്. വേറെ സൈസ് മാലയാണ്, പൂമാലയായിരിക്കത്തില്ല. അപ്പോൾ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും ഉണ്ട്. അച്ഛൻ നൽകിയ മാല സുഗ്രീവന്. അപ്പം ഇപ്പം രണ്ടാമത് യുദ്ധത്തിന് പോയപ്പം ലക്ഷ്മണനെ കൊണ്ട് മാല കെട്ടിച്ച് കഴുത്തിൽ ഇട്ട് കൊടുത്ത് പുഷ്പമാലയാന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടിപ്പോൾ മാല, മറ്റേ മാല എന്തെങ്കിലും തിരിച്ചറിവ് വേണ്ടേ അതിനിപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ആരാരെന്ന് അറിയാൻ മേതായിപ്പോൾ, ശത്രു ഏതാ മിത്രമാണെന്ന് അറിയാൻ മേതായിപ്പോൾ. അതുകൊണ്ട് ഇപ്പം ഭഗവാൻ പറഞ്ഞ് ലക്ഷ്മണ ഒരു മാല കെട്ടി ബന്ധിച്ച്, അത് കെട്ടുന്നതിനെ കെട്ടി ഇട്ട് കൊടുക്കുക. ബന്ധിക്കാതെ മാല തങ്ങളെ കോർത്തിടുന്നതിനാണ് ബന്ധിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് കഴുത്തിൽ ഇട്ടെടുത്തിട്ട് വിടുമെന്ന് പറഞ്ഞ്. അങ്ങനെ അച്യുതനാരാ? ശ്രീരാമൻ. ഭഗവാനെ നമ്മൾ അച്യുതൻ വിളിക്കത്തില്ലയോ. അതുകൊണ്ട് അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ല ഒന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചത് അർക്കതനേന് വിഗ്രഹം. എങ്ങനെയാ ഇവർക്ക് രണ്ടുപേർക്കും ഒരു വാട്ടോ ഇല്ലെങ്കിലും അല്പം ആർക്ക് വന്ന് വാട്ടം? സുഗ്രീവന്. ഭേദമില്ല ഒന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചത് അർക്കതനേന് വിഗ്രഹം സാധവും ഏറ്റവും കലർന്ന സുഗ്രീവനും. ഒത്തിരി തുല്യമാകയില്ല, അവർ രണ്ടുപേരും തുല്യമാവത്തില്ല. കൂടുതൽ ശക്തി ബാലിക്കാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒന്നുപോലെ ആണെങ്കിലും തമ്മിലെങ്കിലും ഭേദിച്ചത് അർക്കതനേന് വിഗ്രഹം. ശരീരത്തിന് സാധവും ഏറ്റവും കലർന്ന സുഗ്രീവൻ. എന്താ പറയുന്നത്? ക്ഷീണം കലർന്ന് അല്പ ക്ഷീണം കൂടി വരുന്നു സുഗ്രീവൻ. അങ്ങനെയാണ്. അതുകൊണ്ട് ഖേദമോടെ രഘുനാഥനെ നോക്കി. ഇത്രയും കടുത്ത ഇടിയെല്ലാം കൊണ്ടപ്പം വിഷമിച്ച് ഒന്ന് നോക്കി.
പറ്റുന്നില്ല എന്ന്. അപ്പോൾ എന്ത് വന്നു, ഖേദമോടെ രഘുനാഥനെ നോക്കി. ഇതിനിടയിൽ കൂടെ ഭഗവാൻ സഹായിക്കാണല്ലോ ചെന്ന് നിൽക്കുന്നത്. ഇതിനിടയിൽ കൂടെ ഭഗവാൻ വധിക്കാൻ, ഈ സുഗ്രീവനെ കൊണ്ട് വധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രീരാമനാ വിട്ടേക്കുന്നത്, സമയം അടുക്കുമ്പം ചെയ്തോളാന്ന്, അമ്പയച്ചോളാന്ന്. അങ്ങനെ ഖേദമോടെ ഇനി എനിക്ക് പറ്റത്തില്ല, ക്ഷീണിച്ചു പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാനെ നോക്കി. അഗ്രജ മുഷ്ടി പ്രഹരങ്ങൾ ഏൽക്കയാൽ, അത് ജ്യേഷ്ഠൻ്റെ മുഷ്ടി, അഗ്രജൻ ജ്യേഷ്ഠനാണ് ബാലി, അങ്ങനെ അഗ്രജ മുഷ്ടി, അഗ്രജൻ്റെ മുഷ്ടി പ്രഹരങ്ങൾ ഏൽക്കയാൽ സുഗ്രീവൻ ഏറ്റവും തളർച്ച ഉണ്ടെന്ന് കണ്ടു, ഭഗവാൻ കണ്ടു. അത്രമാത്രം ഘോരമായി ഇടിയാ കൊടുക്കുന്ന സുഗ്രീവൻ. അപ്പോൾ അത് കണ്ട് തളരുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അപ്പോൾ എന്തുവെന്ന് ഭഗവാൻ കണ്ട് കാരുണ്യം കലർന്ന്, അയ്യോ അതൊരു കഷ്ടമാണ്, ഇത്ര ഇടികൊണ്ടാൻ പറ്റുമോ? ഭഗവാൻ കാരുണ്യം കലർന്ന് വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദൻ ബാലിതൻ വക്ഷം ഇവിടെ കണ്ട വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നെഞ്ചേ വൃക്ഷഷണ്ഡം, അതായത് വൃക്ഷത്തിൻ്റെ മരക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് മറഞ്ഞു നിന്നുകൊണ്ട്, മറഞ്ഞില്ലെങ്കിൽ അയാൾ മാറിക്കളഞ്ഞാൽ ആ അമ്പ് ചിലപ്പോൾ ആർക്കും കൊള്ളും, ചിലപ്പോൾ തിരിഞ്ഞു വന്നിരിക്കും, ആർക്കാ സുഗ്രീവന്. അതുകൊണ്ട് ഭഗവാൻ മറഞ്ഞു നിന്ന് വൃക്ഷത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് മഹേന്ദ്രമാ അസ്ത്രം, എന്തൊരു മഹേന്ദ്രമാ അസ്ത്രം തൊടുത്ത് വലിച്ചു നിറച്ചുടൻ വിദ്യുതമാർ അയച്ചരുളിയിടാൻ. അങ്ങനെ ബാലിയുടെ വക്ഷസ്ഥലത്തിലേക്ക് ഭഗവാൻ വൃക്ഷത്തിൻ്റെ മറവിൽ മറന്നുകൊണ്ട് ഒരു അമ്പ് കൊടുത്തു. ചെന്നത് ബാലിതൻ മാറിൽ തറച്ചള ഒന്നങ്ങ് അലറി വീണിടാൻ. ബാലിയും ചെന്നത് ബാലിയുടെ മാറിൽ തന്നെ, വശത്ത് തന്നെ തറച്ച് ചെന്ന് ഒന്നങ്ങ് അലറി അലറി അങ്ങ് വീണു ബാലി. ഭൂമി ഒന്ന് വിറച്ച് തന്നേരത്ത് ആ ഒരു ഊക്ക് ചെന്ന് വീണ അല്ലാതെ ഭൂമി ഒന്ന് വിറച്ച് അന്നേരത്ത് രാമനെ കൂപ്പി സ്തുതിച്ചു. മരുൽസുതനാ കൂപ്പി സ്തുതിച്ചത്. മരുൽസുതൻ ഇനി ഹനുമാനാണോ അതോ ഇനി മരുൽ ആരാന്ന് എനിക്കറിയാം. മരുൽ അതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. മരുൽസുതൻ വെച്ചാൽ ഇനി കണ്ടില്ല. മരുൽസുതൻ എനിക്കൊന്ന് ഹനുമാൻ തന്നെയാണെന്ന് അവരെല്ലാവരും നിപ്പോണ്ടല്ലോ, അല്ലേ ആരോ ആയിക്കോട്ടെ. ഇനി ബാലി തന്നെയാണോ, മരുൽസുതനായൊക്കെ പേരുണ്ടോ അതും അറിയാൻ വയ്യ. പിന്നെ പോകെ നമുക്ക് മനസ്സിലാക്കാം. ഈ എവിടെയെങ്കിലും ഇനി വരും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതെനിക്ക് ഓർമ്മയില്ല, ഞാൻ മുമ്പ് വായിച്ചിട്ടില്ല. മോഹം കലർന്ന് മുഹൂർത്തം മാത്രം, പിന്നെ മോഹവും തീർന്ന് നോക്കിടാൻ ബാലിയും. അന്നേരം വീണ് മോഹം കലർന്ന്, ബോധമില്ല. പക്ഷെ അപ്പം കൂപ്പി സ്തുതിച്ചിട്ടാണോ മോഹം കെട്ടെന്ന് അറിയാൻ വയ്യ. എനിക്കൊന്ന് മാരുതൻ്റെ ആണോ കാറ്റിൻ്റെ പേരാണോ മരുൽസുതൻ, ഹനുമാനാണെന്ന് ഇരിക്കട്ടെ, എന്തോ ആയിക്കോട്ടെ. ആരെങ്കിലും ഭഗവാനെ നോക്കി എന്താ നന്നായല്ലോ, ഇത്രയും സംഭവം വന്നല്ലോ, ബാലി എന്നെ മരിച്ചല്ലോ എന്ന് ഓർത്ത് ഭഗവാനെ നമുക്ക് സ്തുതിച്ചോ ഹനുമാനെന്നറിയില്ല. അതോ ഇനി എന്നെ ഇങ്ങനെയെല്ലാം ചെയ്തോന്ന് ഓർത്ത് ഇനി ബാലി കണ്ടിട്ട് മോഹം കെട്ട് വീണാണോ, എന്തുവരെ ഇരിക്കട്ടെ അവിടെ. അങ്ങനെ നമുക്ക് പിന്നെ എപ്പോഴും മരുലിനെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം എൻ്റെ വിചാരം ഹനുമാനാണെന്നാണ്. മാരുതൻ എന്നാണല്ലോ ഹനുമാൻ്റെ, മാരുതപുത്രനാ. അതുകൊണ്ട് ആ മാരുതനെ മരുൽ സുതൻ എന്ന് പേരിട്ടതാവാം ചിലപ്പോൾ. അതുകൊണ്ട് മോഹം കലർന്ന മുഹൂർത്തം മാത്രം, പിന്നെ മോഹം തീർന്ന് നോക്കിടാൻ ബാലിയും. അങ്ങനെ മോഹത്തിൽ നിന്ന് ഉണർന്നിട്ട് നോക്കി കാണായത് അഗ്രേ. അങ്ങനെ രഘുത്തമ അപ്പോൾ മോഹം കെട്ട് കിടന്നിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ ഉണർന്ന് നോക്കിയപ്പോൾ ഭഗവാൻ നിൽക്കുന്നു അടുത്ത്. രാഘവൻ ശ്രീരാമൻ. അങ്ങ് കാണായത് അഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തെ ധരിച്ച് അന്യപാണിൽ ചാപവും, അതായത് ഒരു കയ്യിൽ ബാണവും ഭഗവാന്റെ കയ്യിൽ ഒരു കയ്യിൽ ചാപവും പിടിച്ച് ചീരവസനാഥ മരവുരിയെ കൊടുത്ത്. അതുപോലെ കാണുന്നത്, അതിന് കണ്ടിട്ടില്ലല്ലോ, കേട്ടതല്ലേ ഉള്ളു, ഭാര്യ പറഞ്ഞേ ഉള്ളു ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ അന്നേരം അറിയുന്നില്ലല്ലോ. തൂണീരവും, അതായത് ആവനാഴി. അപ്പോൾ ഇതെല്ലാം മൃദുസ്മേര വദനമെന്ന്. അപ്പോൾ എന്താ, ഒരു ഭഗവാന്റെ കയ്യിൽ മരിക്കുമ്പോൾ ഭഗവാനോട് ദേഷിച്ചല്ല നിൽക്കുന്നത്. ഇവിടെ ശത്രുവിനെയാണ് നശിപ്പിച്ചേക്കുന്നത്, ദുഷ്ടന്മാരെ നിഗ്രഹിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബാലിയുടെ ആത്മാവിനെ അല്ല, അയലിക്കുന്ന ദുഷ്ടത്രത്തിനെയാണ്. അതുകൊണ്ട് ഭഗവാനോട് വല്ല മുഖവ്യത്യാസമുണ്ട്. മൃദസ്മേര വദനമായിട്ട് സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്, സന്തോഷ പുഞ്ചിരിയോട് നിൽക്കുക. അപ്പോൾ പാണിയിൽ ശാപവും വസനവും ധരിച്ച് തൂണിൽ അവനാഴിയും ഒക്കെ പിടിച്ചിങ്ങനെ മൃദസ്മേര വദനമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഭഗവാൻ ഇങ്ങനെ തേജസ്സോട് നിൽക്കുവാണ്. ചാരു ജടാ മകുടം പൂണ്ട് ഇടംപെട്ട മാരത്തിങ്കിൽ വനമാലയും വിട്ട്. അപ്പം ഭഗവാന്റെ ചാരു സുന്ദരമായ നെഞ്ചിൽ പൂണ്ട് ഇടംപെട്ട അത്ര വിശാലമായ മാരത്തെങ്കിൽ വനമാല, ഒരു പൂമാലയൊക്കെ പൂണ്ട് ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും, അതായത് സുന്ദരമായ ഭംഗിയുള്ളതും നീളമുള്ളതുമായ കരങ്ങൾ. അത്രമാത്രം ഭഗവാന്റെ കരത്തിന് ഭയങ്കര നീളമാണെന്ന് പറയുന്നത് ശ്രീരാമൻ്റെ. അപ്പോൾ എന്താ, ഇയാൾ ബാല് നോക്കുമ്പം നല്ല സുന്ദരമായ മാറിടത്തിൽ വിടർന്ന അവിടെ ഒരു പൂമാലയും ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളൊക്കെ, ഭംഗിയുള്ള നീണ്ട കൈകൾ, ഭുജം, ദൂർവാതള ചവി പൂണ്ട ശരീരവും, അങ്ങനെയുള്ള എന്തോ നല്ല ഭംഗിയായ ശരീരമൊക്കെയാണ് കണ്ട. പക്ഷഭാഗേ പരിസേവിതന്മാരായ, പക്ഷം രണ്ട് വശം, അവിടെ ആര് നിൽക്കുന്നു, പൂണ്ട പരിസേവിതന്മാർ, ലക്ഷ്മണനും സുഗ്രീവന്മാരെയും അഞ്ജസ. അപ്പം ഒരു വശത്ത് സുഗ്രീവനും ഒരു വശത്ത് ലക്ഷ്മണനും നിൽക്കുന്നു ഭഗവാന്റെ രണ്ട് വശങ്ങളിലായിട്ട്.
ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ട് ഗർഹിച്ചു, എന്താ പറയുക, നിന്ദിച്ച്. അതായത് ഇങ്ങനെ വന്നത് ഒരിക്കലും അയാൾ വിചാരിച്ചെന്താ, ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടമാണൊക്കെ അല്ലേ പറയാ. ഇയാളുടെ ദുഷ്ടത്തിനാണ് ചിന്തിക്കുന്നതിൽ അയാൾ നല്ലവനാണ് അയാളുടെ വിചാരം. അപ്പോൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ കണ്ടപ്പം ഗർഹിച്ചു, അതായത് നിന്ദിച്ചു ഭഗവാനെ. എന്താ പറഞ്ഞത് ബാലി ഉണ്ടായ ഖേദഗോപാൽ ആകുല ചേതസ പറയുന്നത്. എനിക്ക് ഇങ്ങനെ വന്ന് സംഭവിച്ച അയാൾക്ക് അത്രമാത്രം ആകുലമായ ഭഗവാനാണോ ഇങ്ങനെ ചെയ്തത് ഒരു വിഷമം അങ്ങ് ഉള്ളിൽ വന്നിട്ട് പറയുന്നു, എന്ത് ഞാനൊന്ന് നിന്നോട് പിഴച്ചതു, എന്തിനെന്നെ കൊല ചെയ്തു, വെറുതെ നീ ഇങ്ങനെ വിഷമിച്ച് ആകുലമായിട്ട് നിന്ദിച്ചാണ് പറയുന്നത്. എന്ത് ഞാനൊന്ന് നിന്നോട് പിഴച്ചു, അതായത് ശ്രീരാമൻ എന്താ പിഴച്ചത്, എന്തിനെ എന്നെ കൊല ചെയ്തു വെറുതെ നീ, വ്യാജന ചോരധർമ്മത്തെയും കൈക്കൊണ്ട്, അതായത് കള്ളത്തരത്തിൽ കാരണം ലോകം പാലിക്കാൻ ധർമ്മത്തെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞില്ലയോ ഇരിക്കുന്നത് ശ്രീരാമൻ അവതരിച്ചത്. ഇതെന്തൊരു ധർമ്മമാണെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അയാൾ ചെയ്ത് തെറ്റിനെ മാറ്റാനാണെന്നാണ് ചിന്തിക്കുന്നില്ല. നന്മ മാത്രം ചെയ്യാൻ വന്നെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ നന്മ ഇതാണ്, സാധുക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഉപദ്രവത്തെ കൂടെ നശിപ്പിച്ചിട്ട് യഥാർത്ഥ ജ്ഞാനികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതാ ധർമ്മം, ഭഗവാന്റെ ധർമ്മം അതാണ്. അല്ല അരിയും കറിയും വെച്ച് മറ്റുള്ളവർ കൊടുത്ത് ധർമ്മം ചെയ്യാനല്ല ഭഗവാൻ വന്നത്. ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് സാധുക്കളെ രക്ഷിക്കാനുള്ളതാണ് ധർമ്മം. അതിനാണ് ഭഗവാൻ വന്നത്. മറ്റതൊക്കെ ഇവിടെ നാട്ടിൽ ആരും ചെയ്തോളൂ, അന്നം കൊടുക്കാനൊക്കെ. അപ്പോൾ വ്യാജന ചോരധർമ്മത്തെയും കൈക്കൊണ്ട്, എന്നുവെച്ചാൽ കള്ളത്തരത്തിലുള്ള ധർമ്മത്തെയൊക്കെ കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞത് ഇങ്ങനെ രാജധർമ്മം എന്താ ഇങ്ങനെ വെടിഞ്ഞ കാരണം, എന്നിട്ട് എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് കീർത്തി ഉണ്ടായത്, എന്ത് കീർത്തിയായതുള്ളത്, ഇത് എന്തൊരു ധർമ്മം, വ്യാജധർമ്മമല്ലേ ഇത്. ചിന്തിക്കുക, രാജകുലോത്ഭവനല്ലോ നീ. അപ്പം നീ ചിന്തിക്കൂ, നീ രാജകുലത്തിൽ ജനിച്ച അല്ലയോ. വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊരുത് ജയിക്കണം ഏവന്. വീരധർമ്മം നിരൂപിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരിലും ജയിച്ചവനാണെന്ന് യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളതാണെങ്കിൽ നേരെ അങ്ങനെ ഒരു കീർത്തി വേണമെങ്കിൽ തങ്ങൾ നേരെ ബാലിയോട് നേരിട്ട് യുദ്ധം ചെയ്യണം. നേരെ പൊരുത് ജയിക്കണം ഏവന്, ആരായാലും നേരെ പൊരുതണം. അങ്ങനെ അല്ലാതെ ഇടയ്ക്ക് കയറി ഭഗവാൻ ഇത് ചെയ്തതിനാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം സുഗ്രീവൻ കൊന്ന അതിന് വീരമാണ്. പക്ഷെ ഭഗവാൻ അവിടെ വൃക്ഷത്തിൻ്റെ മൂട്ടി മറിഞ്ഞു നിൽക്കുന്ന വെച്ചാൽ അമ്പ എയ്ത് അത് മറിഞ്ഞു നിന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അയാളത് കണ്ട അവിടെ നിന്ന് മാറത്തില്ലേ, ഉന്നം പഴച്ചു പോകത്തില്ലയോ. അതുകൊണ്ട് എന്തെന്ന് സുഗ്രീവനാൽ കൃതമായി, എന്താ സുഗ്രീവൻ നിങ്ങൾക്ക് എന്ത് കർമ്മം നിങ്ങൾ ചെയ്ത് തന്നത്, സുഗ്രീവൻ എന്തോ സഹായം ചെയ്തിട്ടല്ലേ നിങ്ങൾ സുഗ്രീവൻ രക്ഷിച്ചത്. അത് എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും, അതായത് ചെയ്യപ്പെട്ടത് എന്താ ചെയ്തു തന്നത് സുഗ്രീവൻ, എന്ത് മറ്റെന്നാൽ അല്ലയാഞ്ഞത് ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരാത്തത്. അപ്പോൾ സുഗ്രീവൻ എന്തോ ഉപകാരം ചെയ്തുകൊണ്ടാണല്ലോ സുഗ്രീവനെ സഹായിച്ചത്. ഞാൻ എന്ത് ചെയ്ത് തരാഞ്ഞിട്ടാ എന്നെ നിങ്ങൾ കൊന്നത്, അപ്പം ഞാൻ എന്ത് ചെയ്ത് തരാഞ്ഞിട്ടാ, അപ്പോൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് രക്ഷോവരന്തവ പത്നിയെ കട്ടതിന് അർക്കാത്മനെ ശരണമായി പ്രാപിച്ചു. ഏതോ ഒരു രാക്ഷസൻ്റെ, അതായത് രക്ഷോവരൻ രാവണൻ താങ്കളുടെ പത്നി സീതയെ അർക്കാത്മനെ ശരണമായി പ്രാപിച്ചു. അവൻ കട്ടുകൊണ്ട് പോയതിന് നിങ്ങൾ ശരണം പ്രാപിച്ച ആരെയാ? സുഗ്രീവനെ. നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം ആ മകം കേട്ടറിയുന്നില്ലേ. അതുകൊണ്ട് അതിന് എന്നെ നിഗ്രഹിച്ചുകൊണ്ട് സുഗ്രീവനെ സഹായിച്ചു. ഭവാൻ എന്നെ എന്നാകിലോ, നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ. ഇതൊരു വിക്രമമല്ലേ അങ്ങണ്ട. ആരറിയാത്തത് മൂന്ന് ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം. ഈ ബാലിയുടെ കൈകളുടെ പരാക്രമം ഈ ത്രിലോകത്തിലും ആരാ അറിയാത്തത്, അത്ര കേമനാണ്. വീരനാം എന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികുട. അപ്പം എനിക്ക് ഇത്രയും വീരം എല്ലാം കൊണ്ട് ഞാൻ അത്ര കേമനായോണ്ട് ഞാൻ സാധിച്ചു തന്നേനല്ലോ, സീതയെ വീണ്ടെടുത്തുകൊണ്ട് വന്നേനെ, രാവണനെ കൊന്നിട്ട്. അതിനാ പറഞ്ഞ് എന്നെ ഈ മൂന്ന് ലോകത്തിൽ ആരാണ് അറിയാത്തത്. വീരനാം എന്നോട് ബാഹുപരാക്രമം, ഞാൻ വീരനാണ്, എൻ്റെ കരങ്ങളുടെ പരാക്രമം ആക്കാൻ അറിയാത്തത്. ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസിനോടും കൂടെ ബന്ധിച്ച് ആ ലങ്കാപുരവും ത്രികൂടാചലവും ശങ്കാവിഹീനം ഒരു വിഷമം കൂടാതെ ദശാസിനോടും കൂടെ ബന്ധിച്ച് ഞാൻ അരനാഴിയെ കൊണ്ട് നിന്റെ അന്തികയെ വച്ച് തൊഴുതേനും ആദരാൽ ഞാൻ ഈ രാവണനെയും ത്രികുടാചലവും ലങ്കാപുരവും ഒരു പ്രയാസം കൂടാതെ അതിനോടൊപ്പം തന്നെ ഈ രാവണനെയും കൂടെ ബന്ധിച്ച് കൊണ്ടുവന്ന് ഞാൻ അരനാഴിക കൊണ്ട് ശ്രീരാമൻ്റെ അടുക്ക കൊണ്ട് വെച്ചാനായിരുന്നല്ലോ. ബന്ധിച്ച് ഞാൻ അരനാഴിക കൊണ്ട് നിന്റെ അന്തികയെ വച്ച് തൊഴുതേനും ആദരാൽ.
ധർമ്മിഷ്ഠനെന്ന് ഭവാനെ ലോകത്തെങ്കിലും നിർമ്മലന്മാർ പറയുന്നു രഘുപതി. ധർമ്മിഷ്ഠനാണെന്ന് താങ്കളെന്ന് എല്ലാവരും പറയുന്നു രഘുപതി. ധർമ്മം എന്തോന്ന് ലഭിച്ചത് ഇതുകൊണ്ട്? എന്തുകൊണ്ടാണ് എന്നെ കൊല്ലുമ്പോൾ ധർമ്മം എങ്ങനെ വന്നു? എന്ത് കിട്ടി? ധർമ്മം എന്തോന്ന് ലഭിച്ചത് അതുകൊണ്ട്? ഇതുകൊണ്ട് നിർമ്മലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്ത് കൊന്നിട്ടൊരു മാനമുണ്ടായ എന്തെന്ന് പറക നീ. ഇങ്ങനെ ഇതെന്തൊരു ധർമ്മമായി ഇത് ലഭിച്ചത്? നിർമൂലം ഇങ്ങനെ അതായത് കാരണമില്ലാതെ കാട്ടാളനെ പോലെ വാനരത്തെ ഈ ബാലിയെ ചതി ചെയ്ത് കൊന്നിട്ട് ഒരു മാനമുണ്ടായത് എന്തെന്ന് പറക. എന്താ മാനം ഇതിനകത്തുള്ളത്? ചതിച്ചല്ലേ കൊന്നത്? ഇതാണോ പിന്നെ വീരൻ? ഇതാണോ ഇത്? കാട്ടാളൻ്റെ രീതിയല്ലേ ചതിച്ചു കൊല്ലുക എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് മാനമുണ്ടായത് എന്തെന്ന് പറക നീ. വാനര മാംസം അഭക്ഷ്യമത്രേ ബത. ഇരിക്കുന്നത് അത് ഈ വാനരൻ്റെ മാംസം ഭക്ഷിക്കത്തില്ലല്ലോ. അതാണ് അഭക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കത്തില്ലല്ലോ. അതാണ് വാനര മാംസം അഭക്ഷ്യം അത്രേ ബത മാനസേ തോന്നി. എന്ത് പിന്നെ എന്തിനാ ഇങ്ങനെ കൊന്നത്? തിന്നത്തും ഇല്ല, അത് ഭക്ഷിക്കത്തും ഇല്ല. വാനരന്മാരുടെ മാംസം ഭക്ഷിക്കത്തും ഇല്ല. അതാണ് ഈ അഭക്ഷ്യമാണോ കിടക്കുന്നത്. ഭക്ഷ്യം കഴിക്കുക, അഭക്ഷ്യം വെച്ചാൽ കഴിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ എന്തിനാ മാനസേ തോന്നിയത്? എന്തിനു വേണ്ടി തോന്നി പിന്നെ എന്നെ കൊല്ലാൻ ഭൂപതേ? ഇത്തം ബഹുഭാഷണം ചെയ്ത് ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ. ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ അതിൻ്റെ ഉത്തരം പറയുവാണ്, കേട്ടോണേ. ഇത്തം ബഹുഭാഷണം ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ചെയ്ത് ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്ത് ഭഗവാൻ ശ്രീരാമൻ രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമത്സരം നടക്കുന്നതു നീളെ. ഞാൻ ധർമ്മത്തെ രക്ഷിപ്പാൻ തന്നെയാണ് നടക്കുന്നത്, ആയുധം കൊണ്ട് തന്നെ നടക്കുന്നത്. നിർമത്സരം നടക്കുന്നത് നീളെ ഞാൻ. പാപിയായൊരു അധർമ്മിഷ്ടനാ നിന്നുടെ. നീ പാപിയാണെന്ന് ഭഗവാൻ പറയുന്നു. പാപിയായൊരു അധർമ്മൻ, ധർമ്മമില്ലാത്ത നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ, നിന്റെ പാപം കളഞ്ഞ് ധർമ്മത്തെ രക്ഷിക്കാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി. നിന്നെ നീ ഏതും അറിയാഞ്ഞതും നിന്നെ നീ ആരാണെന്ന് നീ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. നീ ആരാണെന്ന് അവനെ തന്നെ അങ്ങ് നന്നാക്കിയെടുക്കുന്നു. പക്ഷെ അവൻ ചെയ്ത തെറ്റെന്താ? സ്വന്തം ഭാര്യ, അനുജൻ്റെ ഭാര്യ എടുക്കുക, അമ്മയ്ക്ക് തുല്യമൊക്കെ അല്ലേ, സഹോദരങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചതിച്ചതെല്ലാം ആരാ ദുഷ്ടത്തരം കാണിച്ചത്? എന്നിട്ട് തിരിച്ച് പറയുന്ന ഭഗവാനാ ദുഷ്ടത്വം കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത് ഭഗവാൻ? നിന്നെ നീ ഏതും അറിയാഞ്ഞത് വിട. അവൻ നല്ലവനാണെങ്കിൽ ഭഗവാൻ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. പുത്രി, ഭഗിനി, സഹോദര, ഭാര്യ. അപ്പോൾ ആരാ? ഒരു സ്വന്തം മകള് പുത്രിയായാലും ഭഗിനി സഹോദരി, സഹോദര ഭാര്യയും പുത്ര കളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതുവരൊക്കെ വല്ല ഭേദവും ഉണ്ടോ? അതായത് സഹോദരിയും സഹോദരൻ്റെ ഭാര്യയും പുത്രകളത്രവും അമ്മയും പുത്രി മകളും ഒക്കെ ചേതസി മോഹ, അതായത് ഭേദമില്ലോ എന്നല്ലോ വേദവാക്യം. അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ, അത് മനസ്സിൽ മോഹം കൊണ്ട് കാമം കൊണ്ട്. ഇപ്പം സുഗ്രീവൻ്റെ ഭാര്യയെ ഇവൻ എടുക്കാമ്പോൾ അതിനോട് പാപം എന്താ ഉള്ളത്? സുഗ്രീവനെ ഇങ്ങനെയെല്ലാം തള്ളി പുറത്താക്കിയിട്ട്. അപ്പോൾ അങ്ങനെ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ച് ഏറ്റവും മഹാഭാവി. താപം അവർക്ക് അതിനാലേ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ പാപികളിൽ വെച്ചും ഏറ്റവും മഹാഭാവിയായ ബാലിയാണ്. അതുകൊണ്ട് താപം, അങ്ങനെ ഉള്ളവർക്ക് ദുഃഖം അവർക്ക് അതിനാലേ വരുമല്ലോ. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ചെയ്തവന് പാപം തന്നെ വരും. അതിൽ മൂലം ഉണ്ടാകും. മര്യാദ നീക്കി നടക്കുന്ന അവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. മര്യാദ നീക്കി നടക്കുന്ന അവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത്. മര്യാദ നീക്കി നടക്കും ഇവർ. ഈ മര്യാദ എന്ന് പറഞ്ഞാൽ ഇല്ലാഞ്ഞിട്ടല്ലയോ സഹോദരൻ്റെ ഭാര്യയൊക്കെ എടുക്കുന്നത്. അപ്പം മര്യാദ എന്നുള്ളത് നിനക്കില്ല. അതിനൊക്കെ നീ മര്യാദയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നീ ദുഷ്ടത്തരം കാണിക്കുന്നു. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ. ശൗര്യമേറും നൃപന്മാരെ കൊണ്ട് നിഗ്രഹിക്കാൻ നോക്കൂ. ശൗര്യമേറും നൃപൻ ഭഗവാൻ സാക്ഷാൽ അവതരിച്ചതുകൊണ്ടാണ് ശ്രീരാമന് ശൗര്യം ഉണ്ടായത്. സാധാരണ ഒരു രാജാക്കന്മാരാണെങ്കിൽ ചെയ്യത്തില്ല, അവർക്ക് എന്തോ വേണമെന്ന് കരുതും. പക്ഷേ ഭഗവാനോട് അവതരിക്കുന്ന എന്തിനാണ്? ശൗര്യമായിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭയവും ഇല്ലാതെ ഭഗവാൻ നിഗ്രഹിക്കുക. അതുകൊണ്ട് ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത്. അങ്ങനെ ഉള്ളവന്മാരെ ശൗര്യമുള്ള രാജാക്കന്മാർ നിഗ്രഹിക്കും. ധർമ്മസ്ഥിതി വരുത്തും ധരണിതിലെ. ഈ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുകയും ചെയ്യും, ധർമ്മസ്ഥിതി വരുത്തുകയും ചെയ്യും. അപ്പോൾ വരുത്തും ധരണിതലെ. നിർമ്മലാത്മാ നീ നിരൂപിക്കുക മനസ്സിൽ. നിർമ്മലായിരിക്കുന്ന ആത്മാ നീ നിരൂപിക്കുക, ഇത് നീ മനസ്സിലാക്കൂ. ലോക വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കും. എല്ലായിടവും ലോകത്തിനെ ശുദ്ധമാക്കാൻ, വിശുദ്ധിയാക്കാൻ വരുത്തുവാനായിക്കൊണ്ട്. അപ്പം നമ്മുടെ ലോകമെല്ലാം നന്മയാകാൻ വേണ്ടി എന്ത് വരും? ലോകപാലന്മാർ, ലോകത്തെ പാലിക്കുന്നവർ. ഭഗവാൻ പരമാത്മാവ് ലോകപാലനാണ്. അതുകൊണ്ട് ലോകപാലന്മാർ നടക്കും എല്ലായിടവും. എവിടെ ഉണ്ട് അവിടെ തിരഞ്ഞു പിടിച്ച് ദുഷ്ടരെ നിഗ്രഹിക്കും. അതുകൊണ്ട് പാപത്തിനായി
നടക്കുക എല്ലായിടവും. ഏറെ പറഞ്ഞു പോകായിക പോകായിക ഏക ഏറെ പറഞ്ഞു പോകായിക അവരോടിതും ഏറെ പറഞ്ഞു പോകായിക അവരോടിതും പാപത്തിനായി വരും പാപികൾക്ക് ഏറ്റവും ഇത്തവൾ ഒക്കെ കേട്ട ആശു ചിത്തവിശുദ്ധി ഭവിച്ച കവീന്ദ്രനും ഇത്രയെല്ലാം ഇത്രയേ പറഞ്ഞുള്ളൂ. പറഞ്ഞപ്പോൾ അയാൾ ഒരുപാട് പറഞ്ഞു, പക്ഷേ ഭഗവാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. പറയുമ്പോൾ അയാൾക്ക് ചിത്തവിശുദ്ധി പെട്ടെന്ന് തന്നെ വന്ന്, ശരിയാണല്ലോ, ഞാൻ സുഗ്രീവൻ്റെയൊക്കെ പിടിച്ചു കുറച്ച് തെറ്റായിപ്പോയി, ഭാര്യയെ പിടിച്ച് വെച്ച് തെറ്റായിപ്പോയി. അയാൾക്ക് തന്നെ പശ്ചാത്താപം ഉണ്ടായി. അങ്ങനെ ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമനെ നാരായണൻ എന്നറിഞ്ഞു. അപ്പം ഈ ശ്രീരാമൻ ഭഗവാൻ നാരായണൻ എന്നറിഞ്ഞ് ഉടൻ താമസഭാവം അകന്ന് സസംഭ്രമം, അയാൾക്കുള്ള അജ്ഞാനമല്ല അകന്ന്. ഭഗവാൻ ഇത്രയും പറഞ്ഞു കൊടുത്തു. മറ്റ് നിറച്ച് അജ്ഞാനമായിരുന്നു. അയാൾക്ക് എന്തും ആകാം, അയാൾക്ക് വല്ലവൻ്റെ ഭാര്യ എടുക്കാം, വല്ലവൻ്റെ ധനം എടുക്കാം, എല്ലാം എടുക്കാം. അവനാണ് അവിടുത്തെ കേമൻ, ധൈര്യശാലി, എല്ലാവരും എന്തും ചെയ്യാം. അതെല്ലാം പാടെ പോയി ഭഗവാന്റെ ഈ വാക്ക് കേട്ടപ്പോൾ. രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവം, അതായത് അജ്ഞാന ഇരുട്ട്, താമസം തമം ഇരുള്, അവൻ്റെ ഉള്ളിലെ അഴുക്കെല്ലാം പോയി. എങ്ങനെയാ വിശുദ്ധിയായി. ഇത് കേട്ടപ്പോൾ ഉറച്ച് ശരിയാണല്ലോ എന്ന്, അത് അങ്ങനെയാണല്ലോ സത്യമായ കാര്യം എന്ന് കരുതി അവൻ്റെ അജ്ഞാനമൊക്കെ നീങ്ങി. സസംഭ്രമം ഭക്തിയ നമസ്കൃത്യ വന്ദിച്ച് ചൊല്ലിനാൻ. അങ്ങനെ ഭഗവാനോട് ഭക്തിയായിട്ട് തന്നെ പറയുന്നു. ഭക്തിയ നമസ്കൃത്യ വന്ദിച്ച് ചൊല്ലിനാൻ ഇത്തം മാം അപരാധം, എൻ്റെ അപരാധം ക്ഷമിക്കണമേ. അയാൾ തന്നെ മനസ്സിലാക്കിയത് തെറ്റ് തന്നെയാണ്. ഭഗവാൻ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പം മരണത്തിലേക്ക് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് വേണം? ഞാൻ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം, ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോട് ക്ഷമിക്കണം. എൻ്റെ ടൂണെല്ലാം അങ്ങ് പോയി അലച്ചലച്ച്. അപ്പോൾ ശ്രുതി അങ്ങ് മാറിപ്പോണ്, സൗണ്ട് അടയ്ക്കുന്നു. അങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഞാൻ അറിയാത്തതെല്ലാം ക്ഷമിച്ചിട്ട് ഞാൻ പറഞ്ഞതും എല്ലാം ക്ഷമിക്കണം. ഒത്തിരി പറഞ്ഞു ഭഗവാന് തെറ്റുകുറ്റങ്ങൾ. അങ്ങനെ കാരുണ്യമോട് ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ട് ആശോ നിന്നെ അന്തികെ താവകമായ ശരമേറ്റ്. ഭഗവാനെ തന്നെ ഈ മരണസമയത്ത് ഭഗവാനെ കാണുകയും ഭഗവാനെ പ്രാർത്ഥിച്ചത് എത്രമാത്രം ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യമൊന്നുമില്ലേ അയാൾക്ക്? നമ്മളാരെങ്കിലും എങ്ങനെയാ സാധാരണ മരിക്കാറുള്ള ഒരു ദൈവികമല്ലാത്ത ആൾക്കാർ പലരും ഉണ്ട്. അങ്ങനെയൊക്കെ മരിക്കുമ്പോൾ എന്തൊക്കെയാ ഒരു ഓർമ്മ കാണൂ. എവിടെ മരണത്തെപ്പറ്റി ഒരു ചിന്തയില്ല. ബോധം കെട്ട് കിടന്ന് ശ്വാസം വലിച്ചല്ലേ പോകണം. അതൊക്കെയാണോ വേണ്ടേ? സമയത്തിന് ഭഗവാനെ അറിഞ്ഞു തന്നെ പോകണം. എങ്ങനെ കിടന്നാലും പോകുന്ന സമയത്ത് ഭഗവാനെ എന്നൊരു ചിന്ത വന്നാൽ നല്ല സുഖമായില്ലേ, മോശമായില്ലേ? അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കണം. നമ്മൾ എപ്പോഴും പ്രാർത്ഥന ഉള്ളവർക്ക് മരണസമയത്തും പ്രാർത്ഥന വരും, അല്ലെങ്കിൽ മറന്നു പോകും. അതുകൊണ്ട് ഇവിടെ അയാൾക്ക് അങ്ങനെ ഒന്ന് കിട്ടി ഭഗവാൻ അടുത്തുള്ളതുകൊണ്ട്. അങ്ങനെ ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നത്. അങ്ങനെ ഭഗവാൻ തന്നെ പറഞ്ഞും കൊണ്ടിരുന്നു. ഭഗവാന്റെ ഇങ്ങനെ തിരുമേനിയും കണ്ട് ഭഗവാന്റെ ദേഹമൊക്കെ ശരീരമൊക്കെ കണ്ട് ആശ നിന്നെ അന്തികെ താവകമായ ഭഗവാന്റെ താവകമായ ശരമൊക്കെ ഏറ്റ് ദേഹം ഉപേക്ഷിച്ചതിന് യോഗം വന്നത് അഹന്ത ഭാഗ്യം എന്തോന്ന് ചൊല്ലാമത്. ഇതിപ്പാരം ഭാഗ്യം എന്താ ഉള്ളത്? ഭഗവാനെ കണ്ടുകൊണ്ട് ശ്രീരാമ എന്നുള്ള ചിന്ത ഭഗവാൻ നാരായണൻ എന്നറിഞ്ഞപ്പോൾ അവിടെ എല്ലാം ഭഗവാൻ അർപ്പിച്ചില്ലേ. അങ്ങനെ സാക്ഷാൽ മഹായോഗിനാം അഭി ദുർലഭം. ഇങ്ങനൊരു ഭാഗ്യം സാക്ഷാൽ യോഗികൾക്ക് പോലും കിട്ടത്തില്ല, ദുർലഭമാണ്. മോക്ഷപ്രദം ദർശനം ശ്രീപതി. അപ്പം ഇത് മോക്ഷപ്രദം ഭഗവാനെ ദർശിച്ചതുകൊണ്ട് ശ്രീപദേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യോഗിക്ക് പോലും കിട്ടാത്ത, അതായത് മഹായോഗികൾക്ക് പോലും ലഭിക്കാത്തത് ഇദ്ദേഹത്തിന് കിട്ടി. അതായത് സാക്ഷാൽ മഹായോഗിനാം അഭി ദുർലഭം മോക്ഷപ്രദം ദർശനം ശ്രീപദേ. ഭഗവാൻ കണ്ട് പോകുന്നു. എന്തിനാ അത് അയാൾക്കും ഇങ്ങനെ കിട്ടാക്കാം. ജഡായുവിന്, പക്ഷിക്ക്, കഴുകന് സന്താപം. നിൻ തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ അതാ മോക്ഷപ്രം തവ ദർശനം ശ്രീപദേ. നിൻ തിരുനാമം ഭഗവാന്റെ ശ്രീനാമ എന്നുള്ള തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷന് മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് അൻപോട് നിന്നോട് സായകം കൊണ്ട് മരിക്കാൻ അവകാശം ഇക്കാലം ഉണ്ടായത് എന്നോട് ഭാഗ്യ അതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര. ഇങ്ങനൊരു സന്ദർഭം ആർക്കാ ഉള്ളത്? കണ്ടിരിക്കാനും ഭഗവാന്റെ നാമം സ്മരിക്കാനും സാക്ഷാൽ പുരസ്ഥിതനായ, അതായത് നമ്മുടെ പുരത്തിൽ, നമ്മുടെ ദേഹമാകുന്ന പുരത്തിൽ വസിക്കുന്ന, അതെല്ലാം അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗ്യം കിട്ടിയല്ലോ ഈ സമയം ഉണ്ടായത്. അങ്ങനെ സമയം ഉണ്ടായത് എന്നോട് മഹാഭാഗ്യ അതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര. നാരായണൻ തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാൻ ആശപങ്ക്തി രഥാത്മജനായി ജനിച്ചു ഭവാൻ. ദുഷ്ടനെ രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനിവിടെ ദശരഥപുത്രനായി വന്നു. പത്മജൻ മുന്നേ അർത്ഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. ഇദ്ദേഹം തന്നെ പറയുന്നു, മുന്നേ ഞാൻ അറിഞ്ഞു ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നെന്നു.
നിന്നോട് ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും, എന്നെ അനുഗ്രഹിക്കണം ഭഗവാനി. അതുകൊണ്ട് ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് പോകാൻ എന്നെ അനുഗ്രഹിക്കണം എന്നാൽ ആ ഒരു ഭാഗ്യം ആർക്ക് കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഭഗവാന്റെ വൈകുണ്ഠം പ്രാപിപ്പാൻ നമുക്ക് ആർക്കാ പറ്റുക? ഇത്രയെല്ലാം വന്നതുകൊണ്ട് ഭഗവാനെ നേരിട്ട് വധിച്ചതുകൊണ്ടാണ്. എന്നോട് തുല്യ ബലനാകും അങ്കദൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നോട് തുല്യ ബലമാണ് എൻ്റെ മകനായ അങ്കദൻ. ബാലി പറഞ്ഞു, തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അത് ഭഗവാൻ ആ തിരുവുള്ളം ഉണ്ടാകണമേ. എൻ്റെ മകനാണ്, എന്നോടൊപ്പം ബലമുള്ളവനാണ്. അർക്കതനയനും അങ്കദ ബാലനും ഒക്കെ എനിക്കെന്ന് കൈക്കൊള്ളുക വേണമേ. അത് അനുജനായ അതായത് ഈ സുഗ്രീവനും മകനായ അങ്കദൻ എനിക്ക് ഒന്നുപോലെയാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ അത്രമാത്രം സുഗ്രീവന് സ്നേഹമായി. അങ്കദനോടൊപ്പം മകനോടൊപ്പം തന്നെ എനിക്ക് സുഗ്രീവനും ഒപ്പമാണ്. അതുകൊണ്ട് കൈക്കൊള്ളുക വേണമേ ഭഗവാൻ, എൻ്റെ മകനെ കൂടെ കൈക്കൊള്ളണമേ. അമ്പും പറിച്ച് തൃക്കൈ കൊണ്ട് അടിയനെ അൻപോട് മെല്ലെ തലോടുകയും വേണം. എൻ്റെ ദേഹത്തെ അമ്പ്, നമ്മളും ഇത് ചിന്തിക്കുന്നത് എങ്ങനെയാ? ഇത് വായിച്ച് വെറുതെ നമ്മൾ ഓർക്കാതിരിക്കരുത്. നമുക്ക് ദുരിതമുണ്ടോ, നമുക്ക് വേദനയുണ്ടോ, നമുക്ക് അസുഖമുണ്ടോ, അതാണ് അമ്പ്, നമ്മുടെ ദുരിതമാകുന്ന അമ്പ്. അതിനെ വലിച്ചു പറിച്ച് കളയണമേ. എനിക്ക് എന്താ വിഷമം, എനിക്ക് വീടില്ലേ, എനിക്ക് ജീവിതത്തിന് മാർഗമില്ലേ, ഇതൊക്കെ അമ്പുകളാണ്. ഭഗവാനെ ദോഷങ്ങളെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഭാര്യ ഇതാ പറയുന്നത്, എന്നിലിരിക്കുന്ന ആ അമ്പ്, ആ ഭഗവാൻ അയച്ച അമ്പ് പറിച്ച് തൃക്കൈ കൊണ്ട്, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് അടിയനെ പറിച്ചിട്ട് ദൂരെ കളഞ്ഞിട്ട് അടിയനെ അൻപോട് മെല്ലെ തലോടണമേ. ഭഗവാന്റെ ആ സ്നേഹവാത്സല്യം എൻ്റെ ശരീരത്തിലേക്ക് എന്നെ പതുക്കെ എന്നെ തടവണമേ, തലോടണമേ, അൻപോട് മെല്ലെ തലോടുകയും വേണം അത് കേട്ട് രഘുത്തമൻ ബാണവും ചെന്ന് പറിച്ച് തലോടിനാൻ മെല്ലവേ എടുത്ത് പറിച്ച് കളഞ്ഞാലേ പിന്നെ ജീവൻ പോണ്ടേ, രക്തമൊക്കെ അതിൽ കൂടെ അത് ഊരിയേ പോകത്തുള്ളു. അപ്പോൾ അങ്ങനെ എടുത്ത് കളഞ്ഞു. മാനവവീരൻ മുഖാംബുജവും പാർത്ത് വാനര ദേഹം ഉപേക്ഷിച്ചു ബാലിയും. ഒരു പേപ്പറുണ്ട്, പെട്ടെന്ന് ഇനി വായിച്ചു വെക്കും. യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടി. ഞാൻ ശ്രദ്ധിച്ച് വായിച്ചാലേ അക്ഷരത്തെറ്റ് വരും, അങ്ങനെയുണ്ട്. നമുക്ക് ഇത് അങ്ങനെ ചേരമ്പടി വായിച്ച ശീലമല്ലല്ലോ. യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. അങ്ങനെ ഭഗവാൻ, അതായത് യോഗീന്ദ്രന്മാർക്ക് പോലും പ്രാപിക്കുവാൻ പ്രയാസമുള്ള ആ കൈകൊണ്ട പദം അദ്ദേഹത്തിന് കിട്ടി. അമ്പെല്ലാം പറിച്ച് കളഞ്ഞപ്പോൾ ഭഗവാനിലേക്ക് ചേർന്നു. രാമനായൊരു പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം. അതിനുശേഷം ഭഗവാന്റെ പദം ചെന്ന് ചേർന്നതിന് ശേഷം പിന്നെ മർക്കടോഖം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ. അങ്ങനെ മാർക്കടന്മാരെല്ലാം ഇത് മനസ്സിലാക്കിയിട്ട് ഓടി അവരുടെ വീട്ടിൽ പുരാങ്കണത്തിൽ ഈ താരയെ കണ്ട് വിവരം പറയണ്ടേ. അവിടെയുള്ള ബാക്കി കുരങ്ങന്മാരെല്ലാം ഓടിച്ചെന്ന് രാമനായ ഒരു പരമാത്മന ബാലി രാമപദം പ്രവേശിച്ചവരനന്തരം ഭഗവാന്റെ അടുക്കലേക്ക് ചെന്ന് പ്രവേശിച്ചു. വൈകുണ്ഠത്തിലേക്ക് പോയി മർക്കടോഖം ഭയത്തോട് ഓടി വേഗന പുക്കിതു കിഷ്കന്ധയായ പുരാജിരേ ചൊല്ലിനാർ. താരയോടാശു കവികളും കുരങ്ങന്മാർ താരയോട് പറഞ്ഞു, സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ പോയി, സ്വർലോകത്തിലേക്ക് പോയി. ശ്രീരാമ സായകമേറ്റു രണാജിരേ. ഭഗവാന്റെ അമ്പേറ്റു പോയി. താരേ കുമാരനെ വാഴിക്ക വൈകാതെ. അതുകൊണ്ട് താരേ നീ മകനെ തന്നെ ഈ കർക്കടകം വന്നു, എന്താ പേര്, ഈ എന്തിൻ്റെ കവികളെ പറയുന്നത്, മർക്കടന്മാരെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് താരേ നീ പെട്ടെന്ന് ഈ കുമാരനെ നീ അഭിഷേകം ചെയ്ത് വാഴിക്കണം. അവിടെ മരണത്തെ പറ്റി ദുഃഖിക്കുകയല്ല ചെയ്യുന്ന, ഉടനെ അവിടെ അടുത്ത രാജാവാക്കാൻ പോകും മകനെ. അതാ മറ്റുള്ളവരിൽ നിന്ന് പറയുന്നത്. അവരുടെ ജനങ്ങൾ കവികളാണല്ലോ, അവിടെ മനുഷ്യരല്ലല്ലോ. ഗോപുരവാതിൽ 4 ദൃഢം ബന്ധിച്ച് ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധ മഹാപുരം. അതുകൊണ്ട് രാജാവ് മരിച്ച സ്ഥിതിക്ക്, അത് ബാലി മരിച്ച സ്ഥിതിക്ക് എല്ലായിടവും അടച്ചു പൂട്ടിയിടുക. മന്ത്രികളോട് നിയോഗിക്കുക, നീ പരിബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. പരിബന്ധി വെച്ചാൽ അതിനകത്തുള്ളിൽ ഇനി എന്തും ആകാമല്ലോ, പലർക്കും കടന്ന് കയറി ഉപദ്രവിക്കാമല്ലോ. അതുകൊണ്ട് എല്ലാവരും അടച്ച് പൂട്ടി വാതിലൊക്കെ ഇടുക. ബാലി മരിച്ചത് കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്ത്, അതായത് കണ്ണുനീരിങ്ങനെ ആലോലം ഇങ്ങനെ വീഴുക. ദുഃഖേന വക്ഷസി താടിച്ച്, നെഞ്ചൊക്കെ ഇങ്ങനെ താടിച്ച് ഗൽഗത വാച പറഞ്ഞു പലതരം. എനിക്കിനി പുത്രനും രാജ്യവും എന്തിന് ഭൂതലവാസവും വൃഥ. എനിക്കിനി എന്തിനാ ഇതൊക്കെ വേണ്ട, എനിക്ക് രാജ്യം എന്തിനാ, എനിക്ക് പുത്രനും ഒക്കെ എന്തിനാ. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുകൊണ്ട് ഞാൻ ഭർത്താവിനോട് തന്നെ ഞാനും മരിച്ചു പോകും. യുദ്ധം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃ കളയപരം കണ്ടു മോഹം പൂണ്ട്. ഇങ്ങനെ കിടക്കുന്ന രക്തം മൂട് കിടക്കുന്ന ഭർത്താവിനെ പോയി കണ്ടിട്ട് മോഹം പൂണ്ട്, മോഹാലസ്യപ്പെട്ട് പുത്രനോടും കൂടെ ഏറ്റവും വിവശയായി വീണിതു. ചെന്ന് പാദാന്തികയെ താരയും ഭർത്താവിൻ്റെ അടുക്ക ചെന്ന് വീണു.
കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമെയ്തെന്നെയും കൊന്നിടും നീ മമ. നീ എന്നെ കൂടെ അങ്ങ് കൊല്ലു. പ്രാണനാഥന് പിരിഞ്ഞാലടോ. ഞാൻ ഇങ്ങനെ പിരിഞ്ഞു മാറിയ എൻ്റെ പ്രാണനാഥന് പൊറുക്കത്തില്ല, സങ്കടമാണ്. അതുകൊണ്ട് നീ ശ്രീരാമനടുത്തായിരിക്കും പറഞ്ഞത്, നീ എന്നെ കൂടെ അല്ല, മറ്റൊരാളെ അമ്പില്ലല്ലോ. അപ്പം നീ ബാണമെയ്ത് എന്നെ കൂടെ അങ്ങ് കൊല്ലു. പ്രാണനാഥന് പിരിഞ്ഞാലടോ. ഞാനിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ബാലിക്ക് സഹിക്കത്തില്ല. എന്നെ പതിയോട് കൂടെ അയക്കിലോ, എൻ്റെ ഭർത്താവിനോട് അയക്കിലോ. കന്യകാദാനം ഫലം നിനക്കും വരും. കാരണം സീതയൊക്കെ ഇങ്ങനെ ഒളിവിലാണല്ലോ. അതുകൊണ്ട് എന്നെ ഇപ്പം തന്നെ ഈ ബാണത് കൊന്നാൽ നിനക്ക് പുണ്യം കിട്ടുന്നുള്ള അത് കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യ വിയോഗ ദുഃഖം. ദേഹുപ നിനക്കും ഇത് മനസ്സിൽ അറിയാലോ, ഒരു ഭാര്യ പോലുള്ള ദുഃഖം. അതുപോലാണല്ലോ വ്യഗ്രഹം തീർത്ത് രൂമയുമായി വാഴുക നീ. സുഗ്രീവനത്ത് പറയാം, രൂമയെന്ന് പറയുന്നതിന് വേറെ സ്ത്രീ ആയിരിക്കും. അത് സുഗ്രീവനോടൊത്ത് വാഴുക. വിഷമമൊക്കെ കളഞ്ഞ് തീർത്ത് രൂമയുമായി വാഴുക നീ. സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. നീ രാജ്യഭോഗങ്ങളാൽ നീ രാജാവായി രൂമയുമായി വാഴൂ. ഇത്തം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോ ഉപദേശന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവൻ. അങ്ങനെ ഭഗവാൻ തത്വജ്ഞാനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത താരയ്ക്ക് വിഷമങ്ങളെല്ലാം മാറാനായിട്ട് ഇത് യഥാർത്ഥ എന്താ ഒരു മനുഷ്യന് വേണ്ടുന്ന ആ കാര്യങ്ങൾ ഉപദേശങ്ങളെല്ലാം ഭഗവാൻ ഭർത്താവ് പോയ വിയോഗം, അതായത് ആ ദുഃഖമൊക്കെ കളഞ്ഞിട്ട് എന്ത് വേണം, തത്വജ്ഞാനം ഉപദേശനം കാരുണ്യമായിട്ട് ഭഗവാൻ കൊടുക്കുന്നു. താരയുള്ള ഉപദേശം. എന്തിന് ശോകം വൃഥ തവ കേൾക്ക നീ, ബന്ധമില്ലേന്നു ഇതിനു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, നിന്റെ ഭർത്താവ് ദേഹമാണോ അതോ ജീവനാണോ? ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹം ഏറ്റം ജഡം സഞ്ചിതം മാംസ രക്ത അസ്ഥി കൊണ്ടിടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. നിശ്ചയം ആത്മാവാണ്, നിരാമൻ നമ്മുടെ ജീവനാണ് യഥാർത്ഥ ആത്മാവ്. മറ്റേതൊക്കെ ദേഹം എന്താണ്, പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് എന്താ ത്വക്കും മാംസവും രക്തവും അസ്ഥിയെല്ലാം കൊണ്ട് സഞ്ചിത ഒരു കൂട്ടമാണ് നമ്മുടെ ദേഹം. അത് നിശ്ചേഷ്ട കാഷ്ട തുല്യമാണ്, അത് വിറകടിക്ക് തുല്യമാണ്. ഇല്ല ജനനം മരണവുമില്ല, അല്ലലും ഉണ്ടാകായത് നിനച്ചേതുമേ. ഈ ആത്മാവിന് ജനനവും മരണമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കൂ. നിൽക്കയുമില്ല നടക്കയുമില്ല. ആ ആത്മാവ് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടോട്ട് നടക്കത്തുമില്ല, നിൽക്കത്തുമില്ല. ദുഃഖ വിഷയവും അല്ലത് കേവലം ആത്മാവിന് ദുഃഖവുമില്ല, പിന്നെ വിഷയവുമില്ല. സ്ത്രീ പുരുഷ ക്ലീബ ഭേദവുമില്ല. അവിടെ സ്ത്രീയെന്നോ പുരുഷനൊന്നുമില്ല, നമ്മൾക്കെല്ലാം ഒരേ ആത്മാവ് തന്നെ. പുരുഷനിലും സ്ത്രീയിലെല്ലാം ആത്മാവ് അവിടെ ലിംഗഭേദമില്ല. ഭഗവാൻ അങ്ങനെ, പരമാത്മാവിനും അങ്ങനെ ഭേദമില്ല. ആണെന്നും പെണ്ണെന്നും ഇല്ല. മനുഷ്യന് ആണും പെണ്ണും ഒരേ തുല്യമാണ്. അപ്പോൾ ദുഃഖ വിഷയവും അല്ല അത് കേവലം. സ്ത്രീ പുരുഷ ക്ലീബ ഭേദവുമില്ല, താപ ശീതാദിയുമില്ലെന്നറിയ നീ. ദുഃഖവുമില്ല തണുപ്പുമില്ല. സർവകൻ ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അനേപകൻ. ഭഗവാൻ ആകാശം തുല്യമാകുന്നു. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വം ഓർത്ത് എന്ത് ദുഃഖത്തിന് കാരണം, ഇത് ഓർത്തിട്ട് എന്തിനാണ് ദുഃഖിക്കുന്നത്? രാമവാക്യ അമൃതം കേട്ടൊരു താരയും രാമനോട് ആശ ചോദിച്ചതു പിന്നെയും. അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷമായി. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യനായതും ജീവനും. അപ്പോൾ നിത്യം എന്നുള്ള ജീവനാണ്, മറ്റെല്ലാം തടിക്ക് തുല്യമാണ്, നശിച്ചു പോകുന്നതാണ്, വിറക് കത്തുന്ന പോലെ നമുക്ക് പോകും. അതുകൊണ്ട് സച്ചിതാത്മാ നിത്യനായത് ജീവന്. ദുഃഖ സുഖാദി സംബന്ധം ആർക്കെന്നുള്ള ഒക്കെ അരുൾ ചെയ്യ വേണം ദയാനിധി. ആർക്കാണ് സുഖവും ദുഃഖവും സംബന്ധം വന്നത് പറഞ്ഞു തരണം എന്നത് കേട്ട് അരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളത് കേൾക്ക നീ. അത് രഹസ്യമായിരിക്കുന്നത് അത് ഞാൻ പറയാ, നീ കേൾക്കൂ. യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്തനാളേക്കും ആത്മാവിന് സംസാരത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതയായ ഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്ക ഇല്ലടോ. ഈ സംസാരം ഓർക്കിൽ മിഥ്യയാണ്, ഇത് നശിക്കുന്നതാണ്. അതാണ് സംസാരം. ഈ ലോകം എന്ന് പറയുന്ന സംസാരമാണ്, അത് മിഥ്യ നശിക്കുന്നതാണ്. അത് തനിയെ നമുക്ക് ഉണ്ടാകത്തില്ല. ഇതിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് തനിയെ അത് വരത്തില്ല. നമ്മൾ ആർജിച്ചെടുക്കണം. നാനാ വിഷയങ്ങളെ ധ്യായമാനന മാനവൻ എങ്ങനെ എന്നത് കേൾക്കുന്ന, എങ്ങനെ അതിൽ നിന്ന് മുക്തനാവാൻ പറ്റും? അത് നമ്മൾ ആർജിച്ചെടുക്കണം. തനിയെ അത് കിട്ടുകയില്ല. നമ്മൾ ഈ മിഥ്യയായിട്ട് ഇതിൽ തന്നെ വളഞ്ഞു പോകത്തുള്ളൂ. നമുക്ക് അറിവ് നേടിയെങ്കിലേ ഇതൊന്ന് മാറാൻ പറ്റൂ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ. മിഥ്യം എന്നുള്ളത് അത് സ്വപ്നം പോലെയാണ്. എനിക്കങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. മിഥ്യാബോധം.
മിഥ്യാബോധം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിൽ അപ്പം ഈ ലോകപ്രപഞ്ചം എന്നുള്ളത് സ്വപ്നത്തിന് തുല്യമാണ്, മിഥ്യാബോധമാണ്. അത് യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ ഞാൻ യഥാർത്ഥമുള്ളതിനെ പറഞ്ഞു തരാം. ഈ ലോകം എന്ന് പറയുന്ന സംസാരമാണ്, ലോകം എല്ലാം നശിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാത്തതിനെ നിത്യമായുള്ളതിനെ ഞാൻ പറയാം കേട്ടാലും. നൂനം അനാദ്യ വിദ്യ ബന്ധു ഹേതുന താന അഹങ്കൃതിക്ക് ആശ തൽക്കാര്യമായി. നൂന അനാദ്യ വിദ്യാബന്ധു ഹേതുനാദാന അഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ട അപരാർത്ഥകമായത്, അത് പരമാർത്ഥമല്ല. ഇത് അഹങ്കൃതി, അതായത് നമ്മുടെ നൂന അനാദ്യ വിദ്യാബന്ധു ഹേതുനാ താനാം അഹങ്കൃതിക്കാശു താൽക്കാര്യമായി സംസാരമുണ്ട, അത് പരമാർത്ഥമല്ല, അപരാർത്ഥമാണ്. അതുകൊണ്ട് സംസാരമോ രാഗരോഷാദി സകലവും സങ്കുല, അതായത് സംസാരം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കാമക്രോധങ്ങളായിരിക്കുന്ന സങ്കുലം ഒരു കൂട്ടമാണ്. കാമക്രോധ ലോഭമോഹ മത മാത്സര്യമായ ഡംബ അഹങ്കാരങ്ങളോട് ചേർന്നതാണ് സങ്കുലം. അതുപോലെ ചേർന്നതാണ് ഈ ലോകം സംസാരം. മാനസം സംസാര കാരണമായതും നമ്മുടെ മനസ്സ് അതിന് കാരണമാണ്. നമ്മുടെ മനസ്സുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമുക്കിപ്പോൾ ഒന്നിലേക്ക് ഒന്നും ചെയ്യണ്ടെന്ന് മനസ്സ് ഏകാഗ്രമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാലോ പരമാത്മ ലയിച്ച ഈ സംസാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മനസ്സാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. എനിക്കത് വേണം ഇത് വേണം ചിന്തിക്കുന്ന ആരാ? മനസ്സാണ്. അതുകൊണ്ട് ഈ മനസ്സാണ് ഇതിനെല്ലാം കാരണം. മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന സൽകൃത ബന്ധം ഭവിക്കുന്നു. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മന സൽകൃത ബന്ധം ഭവിക്കുന്നു. അതായത് ആത്മാവിൽ തന്നെ മനസ്സ് ലയിച്ച് സമത്വം, അപ്പം ഒന്നിലേക്കും പോകാതെ ആത്മാവും മനസ്സോട് ചേർന്ന്, അപ്പം നമ്മുടെ മനസ്സിനെ എങ്ങോട്ടും വിടാതെ പരമാത്മ ലയിച്ചാൽ നമുക്ക് സൽക്കർമ്മം പോലെ സൽകൃതം ഉണ്ടാകും. അത് അങ്ങനെ ഭഗവാനിലോട്ടുള്ള ബന്ധം ഉണ്ടാകും. ഈ ലോക കാര്യങ്ങളങ്ങ് വെടിഞ്ഞു കളയും. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. ആത്മമനസ്സമാനത്വം, അത് ഒന്നാവുക, മനസ്സും പരമാത്മ ഒന്നാവുക ഭവിക്കയാൽ ആത്മന സൽകൃത ബന്ധം ഭവിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആത്മാവിൽ സന്തോഷം ഉണ്ടാകുന്നത്. രക്താദി സാന്നിധ്യം ഉണ്ടാകുക കാരണം ആദി ഇപ്പം രക്തവും മാംസവും മജ്ജ അസ്ഥി ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ സാന്നിധ്യം ഉണ്ടാകുക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണ്ണമായി വരും. ശുദ്ധമായിരിക്കുന്ന കണ്ണാടി പോലെ ഇരിക്കുന്ന ഒരു ഇതുപോലും വർണ്ണമായി വരും. വസ്തുതയാ പാർക്കിലില്ലാത്ത എനിക്ക് വാക്ക് തിരിയുന്നില്ല. തദ്രഞ്ജനാ ചിത്തെ വിചാരിച്ച് കൺമിനി സൂക്ഷ്മമായി. എനിക്കൊന്നും പറയാൻ വാക്കുകളും വരുന്നില്ല. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജനാ ചിത്തെ വിചാരിച്ച് കാണുക നീ സൂക്ഷ്മമായി. അതായത് യോജിപ്പ്, വസ്തുതയാ ഇതെല്ലാം ഓർത്ത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ രക്താദി കൊണ്ടുള്ള ഈ ശരീരം അത് നമ്മൾ ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ച ഈ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ള രക്തവും മാംസവും ഇങ്ങനെ മലമൂത്രങ്ങളും എല്ലാം കൂടെ ചേർന്നവർ അസ്ഥിയും രേതസ്സും മജ്ജയൊക്കെ ചേർന്നൊരു ഒരു സങ്കുലമാണ്, ഒരു കൂട്ടമാണ്. അത് നമ്മൾ ഓർത്താൽ അത് പാർക്കിൽ എന്താണ് ചിത്തെ വിചാരിച്ച് അത് അദ്രഞ്ജനാ ചിത്തെ വിചാരിച്ച് കാൺമനി സൂക്ഷ്മമായി. അത് നമ്മൾ വിചാരിച്ചാൽ എന്ത് വരും? ബുദ്ധീന്ദ്രിയാദി സാമീപ്യം ഉണ്ടായാൽ എത്തും ആത്മാവിനും സംസാരവും ബലാൽ. ഇത് നമ്മളെ ബുദ്ധിയും ഇന്ദ്രിയവും കൊണ്ട് സാമീപ്യം ഉണ്ടാകും. ഈ കുന്ത്രാണ്ട എന്തോ പറയുന്നേ, ഈ ശരീരത്തിലുള്ള ഈ പറഞ്ഞ ഈ എല്ലാം കൂടെ ചേർന്നതാണ് ശരീരം. ആ ശരീരത്തെ ചിന്തിച്ചാൽ നമുക്ക് ഇന്ദ്രിയാദി സാമീപ്യം, ഇന്ദ്രിയം കൊണ്ട് നമ്മളെല്ലാം അടുപ്പം ഉണ്ടാകും. നമുക്ക് ഇന്ദ്രിയങ്ങളുടെ പിൻവലിക്കാൻ പറ്റത്തില്ല. ഇത് ചേർന്നങ്ങ് പോകും. നമ്മൾ ഈ ലോക ചിന്തയിലേക്ക് ചേർന്ന് പോകും. എനിക്ക് പറയാനൊന്നും അറിയില്ല, ഉള്ളിൽ എനിക്ക് അറിയുള്ളൂ വായിക്കുമ്പം. അതായത് നമുക്ക് സമയം പോവാം. അതാണ് എനിക്ക് വെപ്രാളം വരുന്നത്. കാരണം നമുക്കുള്ള മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന സാമീപ്യം എന്തുവാ? ഇതിലേ നമ്മുടെ ദേഹം ഇത് ചിന്തിച്ചു, എനിക്കിത് നല്ല ദേഹം, അതിലൂടെ നമ്മൾ നന്നാവണം, അല്ലെ ഈ ആഡംബരങ്ങൾ, ഇതെല്ലാം ലോകചിന്തകളാണ്. ഇതെല്ലാം കൂടെ ചേരുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലയിടത്തേക്കും വിടും. കാണാനും കേൾക്കാനും ഇങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം ചേർന്ന് സാമീപ്യം ഭവിക്കും. എന്തുവരും? ആത്മാവിന് സംസാരം തന്നെയാണ്, ലോകത്തിൽ നിന്ന് വിട്ടുവിടാൻ പറ്റാത്ത ഈ സംസാരത്തിൽ കിടന്നിങ്ങനെ ഉഴലും. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാൽ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത്. ഇതിനെ നമ്മളിങ്ങനെ സേവിച്ച് വെക്കുവാണ്. നമുക്ക് ഇതാണ് നല്ലത്, ഇതിന്ന് ഒഴിയാൻ പറ്റുന്നത് കെട്ടിട്ട് വെച്ചേക്കുക. ഈ സംസാരത്തിൽ നമ്മൾ കെട്ടിപ്പോയി. എൻ്റേതെന്നുള്ള മമതയിൽ എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ ദേഹം, എൻ്റെ വസ്ത്രം എൻ്റേതെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ കടന്ന് പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് നമുക്കിത് വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ സംസാരം ഉണ്ടാകുന്നത്. സംസാരം എന്ന് പറയുന്നത് ലോക ദുരിതങ്ങൾ അതല്ല. അതുകൊണ്ട് അതിനെ നമ്മളിങ്ങനെ അത് സത്വാദികളാൽ ഗുണങ്ങളാൽ ബദ്ധനായി ഈ ഗുണങ്ങളിൽ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു, കെട്ടുപിടഞ്ഞ് കിടക്കുന്നു.
അതിനെ സേവിക്കാൻ അവശത്വം കലർന്നത്. ഭാവിക്ക കൊണ്ട് സംസാരിയെ വലയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സംസാരം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട്, അതിനാണ് നമ്മൾ ഒറ്റ വാക്യം പറയുന്നത്. ഇതിന് വിവരിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല. അതിന് നമ്മൾ ഒറ്റ വാക്യം പറയുന്നത്, നമ്മൾ കിണറ്റിൽ വീണുപോയി നമ്മൾ എങ്ങനെ അവിടെ നിന്ന് കരകയറാൻ പറ്റുമോ? അങ്ങനെയുള്ള സംസാരമാകുന്ന ഈ കിണറാണ് ഒരു കൂപമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു സമുദ്രമെന്ന് വിചാരിക്കുക. അതിൽ അത് നമുക്ക് നീന്തി കരകയറാൻ പറ്റാവുന്നതൊരു എന്താ പറയുക, ഒരു വള്ളം വേണം, ഒരു ബോധം. അത് ഈശ്വരനാകുന്ന വള്ളം. അതിൽ പിടിക്കുക, ഭഗവാനിൽ പിടിക്കുമ്പോൾ ഇതിന് ഈ ബന്ധമൊക്കെ നമുക്ക് എല്ലാം ത്യജിച്ച് ഈശ്വരനിലേക്ക് ചേരാം. അത് ഇത് ഉപദേശം ഭഗവാൻ താരയ്ക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ ഭാവിയെ കൊണ്ട് സംസാരിയെ വലയുന്നു. നമ്മളെല്ലാവരും ഇന്ന് അങ്ങനെ കിടക്കുന്നത്, കെട്ടുമുട്ടി കിടക്കുക, കരകയറാൻ പറ്റുന്നില്ല. എന്താ? ഈ സംസാരത്തിൽ കിടന്ന് ഉഴലുക. ഈ പ്രപഞ്ചം മൊത്തം സംസാരമായ ഈ മായയിൽ നിന്നെല്ലാം നമ്മൾ വിമുക്തത വരണമെങ്കിൽ നമ്മൾ ഭജിക്കണം. ഭഗവാനെ ഭജിച്ചെങ്കിലേ മാറും. വെറുതെ മാറാൻ ഞാനെന്നാൽ മാറുമോ? എവിടെ പോയി മാറാനാ? നമുക്കുള്ള മനസ്സിൽ നിന്ന് മാറുമോ? അങ്ങനെ മാറത്തില്ല. ഭക്തി വർദ്ധിക്കുമ്പോൾ തനിയെ കുറച്ചൊക്കെ മാറും. ഈശ്വരൻ്റെ നാമജപങ്ങളിൽ കൂടിയും സജ്ജനങ്ങളുടെ വാക്കുകൾ കേട്ടും വരുമ്പോൾ പതുക്കെ പോകെ നമ്മളുടെ ഹൃദയം ശുദ്ധമായി ഇതൊക്കെ കണ്ട നമുക്ക്, ഞാൻ എന്നും പറയുന്നില്ല, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർക്കാനും വരുമെന്ന്. കാരണം അതിലേക്ക് ചിന്തിക്കാൻ തോന്നത്തില്ല, ശ്രദ്ധിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഭാവിക്കൊണ്ട് സംസാരിയെ വലയുന്നു. ആദോ മനോഗുണാനം സൃഷ്ട തതസ്ഥത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ. അതുകൊണ്ട് വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശന ജീവൻ ബലാലങ്ങ് ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. ഭൂതങ്ങളുടെ നാശമായ പ്രളയം വരെ നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സംസാരം വിട്ടു പോകുന്നില്ല. നമ്മൾ ദുരിതങ്ങൾ മാറുന്ന എപ്പോഴാണ്? ഒരിക്കലും മാറുന്നതുകൊണ്ടല്ലേ വീണ്ടും ജനിക്കുന്നത്. അത് എവിടം വരെ പോകും? പ്രളയം വരെ ഇങ്ങനെ കിടക്കും. വീണ്ടും ജനിച്ച് പ്രളയം, അതായത് എങ്ങും ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ അതായത് ഈ ഭൂതം നമ്മളെല്ലാം ഭൂതങ്ങളാണ്. ഇത് മൊത്തത്തിൽ ഒരു നാശപ്രളയം വരുന്നേ അവിടം വരെയും നമ്മളിങ്ങനെ സംസാരം വിട്ട് മാറത്തില്ല. അങ്ങനെ മാറി നമുക്ക് പിന്നെ ഇവിടെ ലോകത്ത് ആരും കാണത്തില്ലല്ലോ. മനുഷ്യർ മൃഗങ്ങളൊക്കെ കാണാം, അവർക്കത് അറിയില്ലല്ലോ. അപ്പം മനുഷ്യരിങ്ങനെ സംസാരം വിട്ടുപോയാൽ എല്ലാവരും ഈശ്വരങ്ങളിലേക്ക് അടുക്കത്തില്ല. അവിടെ ഭൂമി പിന്നെ ജനിച്ചു വരത്തില്ല. ആൾ കുറേ നീ മനസ്സിലായിക്കൊണ്ട് കുറേ പേര് ഇങ്ങനെ പോയെന്ന്. അപ്പോൾ ഇങ്ങനെ കർമ്മവശന ജീവൻ ബലാലങ്ങ് ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ അതായത് പ്രളയം വരെ ഇങ്ങനെ സംഭവിക്കുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ, അതായത് പിന്നെ എല്ലാം ഒന്നാൾ സമസ്തവും സംഹരിക്കും. ആ കാലേ ജീവൻ അന്ന് അനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ടത്തെ അഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ, വീണ്ടും എല്ലാം പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സൃഷ്ടി വരുമല്ലോ. ആ കാലേ പൂർവ്വവാസന ആയാസമം. നമ്മുടെ എവിടെയെങ്കിലും കിടക്കും നമ്മുടെ വാസന. എത്ര പ്രളയം വന്നു പോലെ എവിടെയെങ്കിലും നമ്മുടെ ആ കർമ്മത്തിൻ്റെ അല്പം കിടാതെ പിന്നെ ജനിക്കും, നമ്മൾ തന്നെ ആയിരിക്കും പിന്നെ വരുന്നത്. അതുകൊണ്ട് സൃഷ്ടികാലേ പൂർവ്വവാസന ആയാസമം ജായതേ ഭൂയോ ഘടിയന്ത്ര വത്സത മായാബലത്താൽ അതാർക്കൊഴിക്കാമെടോ. അത് ഒരു വീണ്ടും ഇങ്ങനെ ആ വാസന കിടന്ന് നമ്മൾ ജനിക്കും സൃഷ്ടിക്ക്. അപ്പോൾ അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ആ പൂർവ്വവാസന കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മൾ എല്ലാ പ്രളയം കണ്ടിട്ട് വീണ്ടും നമ്മുടെ സൃഷ്ടി വരുമ്പോൾ ആ വാസന അവിടെ കിടക്കും. ഒരു വേര് നമ്മൾ അറിഞ്ഞില്ലയോ, എന്ത് വൃത്തിയാക്കിയ പുരയുടെ എവിടെയോ ഒരു ചെടിയിൽ പിന്നെ കിളിച്ച് നമ്മൾ ഇനി ഇവിടെ ഒന്നും കളിക്കത്തില്ല. പക്ഷേ ആ വേരിൻ്റെ അംശം അവിടെ കിടക്കാതെ കിളിച്ച് വരും. അത് നമ്മുടെ അംശം വാസന അവിടെ കിടക്കുക. വാസന അത് വീണ്ടും ജായതേ ഭൂയോ ഘടി യന്ത്ര വത്സതാ ആ മായ ബലത്താൽ ആർക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. ഒഴിക്കാമടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസ് സത്സംഗതി ലഭിച്ചിടുന്നു. പുണ്യവിശേഷണം മാത്രമേ നമുക്ക് സത്സംഗതി ലഭിച്ചിടൂ, അതായത് സജ്ജന സംഗമം. അങ്ങനെ നമുക്കൊരു ഈശ്വരൻ പോലും എങ്ങനെയോ അങ്ങ് സജ്ജന സംഗമം നമുക്ക് ഉണ്ടായി കിട്ടും. അതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കിട്ടും ഹൃദയത്തിൽ. അതുപോലെ നമ്മൾ ഈ ദുരിതാപ്തി തന്നെ കിടക്കും. എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയണം. അങ്ങനെ നമുക്ക് യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതസി മനസ്സിൽ സത്സംഗതി ലഭിച്ചിരുന്നു. മൽഭക്തനായ ശാന്താത്മാവിന് എപ്പോൾ അവൻ മൽ വിഷയാം ദൃഢം. അങ്ങനെയുള്ള സത്സംഗതി ലഭിക്കുമ്പോൾ ഒരു ഭക്തനായ ഭഗവാന്റെ ഭക്തനായ ശാന്താത്മാവിന് അങ്ങനെ ഒരു ഭക്തനുമായിരിക്കണം. ഭഗവാന്റെ ഭക്തനും ഒരു ശാന്താത്മാവുമാണ് അവന്. അപ്പോൾ അവൻ മത് വിഷയാം ദൃഢം, മനസ്സിൻ്റെ നിന്ന് ഭഗവാന്റെ ഈ വിഷയങ്ങളെല്ലാം ദൃഢം പോകും. അപ്പം നമുക്ക് ഈ മതി എന്നുള്ള ഈ ഈ ലോകത്തുള്ള ഇതെല്ലാം അങ്ങ് മാറാം. അല്പം ഒരു സജ്ജന സംസർഗവും ഭഗവാന്റെ ഒരു ശാന്താത്മാവിന് എപ്പോൾ അവൻ ഇതിൽ നിന്ന് മൽ വിഷയാൻ ദൃഢം, ഇതിൽ നിന്നെല്ലാം വിട്ടുപോകും. ഈ സംസാരത്തിൽ നിന്നെല്ലാം പതുക്കെ നമ്മൾ കരകയറി ഈശ്വരങ്ങളിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും?
ശ്രദ്ധയുണ്ടാവും. എന്തിലാ? ഇതിനകത്ത്. ഈ ഭഗവത് കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത് അങ്ങനെയാണ്, അല്ലാതെ വരത്തില്ല. ഒരിക്കലും ആരെ പിടിച്ച് നിർബന്ധിച്ചാൽ ആരും ഇതിൽ തയ്യാറാവത്തില്ല. ഞാൻ അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അവർക്കിത് കേൾക്കുമ്പോഴേ ഓർക്കാനും, അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഓർക്കാനും, എനിക്ക് ലോകകാര്യം കേൾക്കുമ്പോൾ ഓർക്കാനും. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് എങ്ങനെ വരണം? അത് നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. ചെവിയോളം കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ വരേണ്ടതാണെങ്കിൽ ഭഗവാനെ അവരെ വരുത്തോ. ഈശ്വരൻ വിചാരിച്ചല്ലാതെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ മൽഭക്തനായ ശാന്താത്മാവിനെ പുനരെപ്പോഴാണ് അവൻ മൽ വിഷയാം ദൃഢം, അങ്ങനെ ഭഗവാനിൽ ഒരു വിഷയം, ഒരു ഇത് ഉണ്ടായി വരും. അപ്പോഴാണ് എനിക്കും കേൾക്കണം ഭാഗവതം, എനിക്കും വായിക്കണം, എനിക്ക് രാമായണം കേൾക്കണം, എനിക്ക് ഭഗവാനെ സ്തുതിക്കണം, ശ്രദ്ധയുണ്ടാകും. കഥാശ്രവണേന, ഈ കഥകൾ ശ്രവണം കേട്ട് മമ ശുദ്ധ സ്വരൂപ വിജ്ഞാനവും ഉണ്ടായത്. അങ്ങനെയാണ് ഭഗവാന്റെ ഈ ശുദ്ധ സ്വരൂപമായിട്ട് ആ വിജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നത്. സൽഗുരുനാഥ പ്രസാദന മാനസേ, അപ്പോൾ ഒരു സൽഗുരുവിനെ ഭഗവാൻ തരും. അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാനസേ പ്രസാദം ഉണ്ടാകും. സൽഗുരുവിൻ്റെ ഗുരുനാഥ പ്രസാദേന നമുക്ക് ഭഗവാന്റെ ഭക്തനാണല്ലോ ഗുരുക്കന്മാർ. അപ്പോൾ ആ ഗുരുവിൻ്റെ പ്രസാദം കൊണ്ട് നമുക്ക് മാനസേ മുഖ്യ വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടായി വരും. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു ഗുരുവിൻ്റെ സന്തോഷം കൊണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സന്തോഷം കൊണ്ട്, എൻ്റെ കുട്ടിനാളി 8 or 10 വയസ്സുള്ള സമയത്ത് എനിക്ക് അച്ഛനൊരു സന്തോഷ പ്രസാദം എനിക്ക് തന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നത് ഇങ്ങനെ ആഗ്രഹം വർദ്ധിച്ച് കുറച്ച് അന്നോട്ടേ എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആര് പറഞ്ഞുതരാൻ, ഇതൊന്നും വായിരുന്നാലും പറഞ്ഞു തരാനോ എനിക്കെന്നെ തോന്നുന്നതാ. എനിക്കിവിടെ വേറെ മാറിന് ശേഷം ഒരു 30 വയസ്സൊക്കെ ഉള്ളപ്പം ഭാഗവതമൊക്കെ ഉണ്ടാക്കി. അതിന് മുമ്പ് ഇവിടെ ഭാഗവതം ഇല്ലായിരുന്നു, എൻ്റെ വീട്ടിലേ ഉള്ളായിരുന്നു, അഞ്ചലിൽ ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ എനിക്ക് ദൈവം ഓരോന്ന് വഴി തന്നു. അത് അങ്ങനെ എനിക്ക് ഒരു ഭക്തൻ, എനിക്ക് ഭഗവത്ഗീത വെറുതെ ഫ്രീ ആയിട്ട് അതിൻ്റെ ഒടുക്കം കിടപ്പുണ്ട്. ഒരു ഭക്തന്, യഥാർത്ഥ ഒരു ഭക്തന് കൊടുക്കണം. അപ്പോൾ ആ ഭക്തനെ തോന്നി എനിക്ക് കൊള്ളാമെന്ന് തരാൻ, അങ്ങനെയുള്ള കൊടുക്കണം, അതിൻ്റെ അറ്റം കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു ഭഗവത്ഗീതയും കിട്ടി. അന്നോട്ടെ അത് വായിച്ച് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഇന്നുവരെ. എന്താ കാരണം? നമ്മുടെ വേല ചെയ്ത് വെച്ചേക്കുന്നത് എന്തോ ഒരു അല്പം നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ഒരിത് ഉള്ളതുകൊണ്ട് അത് പോകെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ആർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്? താരയ്ക്ക് ഇതിൻ്റെ അനുഭവത്തിന് ആഗ്രഹം ഈശ്വരൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഭാര്യയെ വധിച്ചിട്ട് ഇപ്പോഴേ അതിന് സാഹചര്യം കിട്ടുക. ഭാര്യ ഉണ്ടെങ്കിൽ അതിന് ഒക്കത്തില്ല. രാജ്യം പാലിക്കുന്ന ഒരാളുടെ ഭാര്യയ്ക്ക് ഒരിക്കലും ഭാഗവതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഈശ്വരൻ സമയം ഉണ്ടാക്കി കൊടുത്തത് ഇങ്ങനെയാണ്. അവർ ഭക്തിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അതുകൊണ്ടാണല്ലോ കേൾക്കണം നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഓരോ നമുക്ക് ഒഴിച്ചു കൊടുക്കും, ഓരോ മാർഗം ഉണ്ടാക്കി കൊടുക്കും. ചില മാർഗ വിഘ്നങ്ങൾ കൊണ്ട് അത് തടഞ്ഞിട്ട് ഇവർക്ക് വഴി തെളിയിച്ചു കൊടുക്കും. അങ്ങനെ താരയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ എന്തോ ഇടവരെ വായിച്ചു ഭഗവാനെ. മുഖ്യ വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടായി വരും. ദേഹേ ഇന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് അഹന്ത വേറൊന്ന് നൂനമാം ആത്മാവത്. ഈ ദേഹങ്ങളും ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളിലെല്ലാം വേറെ നിൽക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. അത് സത്യം ആനന്ദമേകം പരമാദ്വയം. അത് ആനന്ദമാണ്, അത് പരമ അദ്വയമാണ്, അത് ഏകമാണ്, നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തം അറിയുമ്പോൾ മുക്തനാവാം. അപ്പോഴേ ഇത് നമ്മളെപ്പോൾ അറിയുന്നപ്പോൾ നമുക്കതിൽ മുക്തനാവാം. സത്യം മയോദിതം. ഞാൻ പറഞ്ഞ സത്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. സത്യമാണെന്ന്. സത്യം മയോദിതം. യാതൊരുത്തനും വിചാരിക്കുന്നത് ഇങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുന്നവർക്ക് എന്തില്ല? ഈ ലോകത്തുള്ള സംസാര ദുഃഖമില്ല. അങ്ങനെ വരുന്നവർക്ക് മാത്രമേ ഈ ലോകത്തുള്ള ചിന്തയും ഈ വിഷമങ്ങളും ദുരിതങ്ങളൊക്കെ വേരറ്റ് പോകും, ഛേദിച്ച് കളയും ഈ ജ്ഞാനം കൊണ്ട്. നീയും മായാ പ്രോക്രമോർത്ത് വിശുദ്ധയായി മായാ വിമോഹം കളക മനോഹരേ. അതുകൊണ്ട് ഇത്രയും സമയം പോയോ? അതുകൊണ്ട് നീയും മായാ പ്രോക്തമോർത്ത്, ഇതിൽ നിന്നല്ല, ഈ മായയിൽ നിന്നെല്ലാം വിട്ട് വിശുദ്ധയായി മായാ വിമോഹമൊക്കെ കളക മനോഹരേ. കർമ്മബന്ധത്തിൽ നിന്നോട് വേർപെട്ട് നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്കുക നീ. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ നമ്മൾ വിടണം. ചിലരൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ പോരെ, നമുക്കൊരു സമയമാകുമ്പോൾ ഇതൊക്കെ വിടണം. അങ്ങനെ വിട്ടെങ്കിലേ ഓരോരുത്തർക്ക് ഓരോ അളവുകളാണ്. ചിലർക്ക് തോന്നുന്നു അവരെ പോലെ ആയാലും എന്താന്ന്. നമുക്ക് ചിലപ്പം അതിന് താഴേക്കാവാൻ അളവ്, ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് അളവ്. നമ്മൾ താഴേക്ക് ഒരിക്കലും പിന്നെ വരാൻ തോന്നും. മുകളിലോട്ട് പോയിട്ടല്ലേ ഒന്നിൽ നിന്ന് പഠിച്ച് 2ലേക്ക് ഇടുമോ, അതോ 2ൽ നിന്ന് ജയിച്ച് 1ലേക്ക് വരുമോ? 2 ജയിച്ചാൽ 3ലോട്ട് പോകണല്ലേ ചിന്ത. അതുകൊണ്ട് നമുക്ക് ഓരോ ദൈവം വിചാരിക്കും അവിടെ 2ൽ നിന്ന് 3ലേക്ക് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഒരാൾ പറയാം വേണ്ട അങ്ങനെ പോകണ്ട, എൻ്റെ കണക്ക് ഇവിടെ 2ലോ 1ലോ ഇടാം, തിരിച്ച് താഴോട്ട് വരാൻ പറ്റുമോ? ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്നെ പോലെ ആയാൽ എന്താന്ന്, ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന്, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്താ അങ്ങനെ ചെയ്താലെന്ന്. പക്ഷേ അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും ഓരോ ജോലികളും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ പോകേണ്ടത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം.
ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തെങ്കിൽ എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവും ഏവ നിനക്ക് കാട്ടിത്തന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? സമയം പോയാലും വേണ്ടിയില്ല. എന്താ പറഞ്ഞത്? ചിത്തേ നിൻ്റെ മനസ്സിൽ കഴിഞ്ഞ ജന്മത്തെങ്കിൽ എത്രമാത്രം അറിഞ്ഞാൽ നമ്മളൊക്കെ വെറുതെ അറിഞ്ഞാൽ നമ്മളൊക്കെ ഇതൊക്കെ വായിക്കുന്ന ഇതൊക്കെ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണല്ലോ എന്ന്. ചിത്തേ നിനക്കത് ഗുരുക്കന്മാർ പറഞ്ഞ കണക്കാ ഇതിൽ കിടക്കുന്ന നമ്മൾ ഓർക്കണം. ഇതൊരു ഗുരുവാ. ഈ പുസ്തകം, ഈ ഗ്രന്ഥം ഇത് ഭഗവാനാണ്. ഭഗവാൻ നമുക്ക് തരുന്നത് പോലെ നമുക്കിത് എടുക്കണം. ചിത്ത നിൻ്റെ മനസ്സിൽ ചിന്തിക്കൂ, കഴിഞ്ഞ ജന്മത്തെങ്കിൽ എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിനക്ക് എൻ്റെ ഭഗവാന്റെ രൂപവും നിനക്ക് കാട്ടിത്തന്നു. അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ പറ്റുമോ? താരയ്ക്ക് താപം ഇനി കളഞ്ഞാലും അശേഷം നീ നിന്റെ വിഷമങ്ങളെല്ലാം കളയൂ. മദ്രൂപം ഈ ദിവസം ധ്യാനിച്ചുള്ള എൻ്റെ രൂപം നീ ധ്യാനിക്കൂ. പരമാത്മാവായ ശ്രീരാമൻ്റെ രൂപം നമുക്ക് ഏതൊരു രൂപം വേണ്ടേ? ഒന്നീ കൃഷ്ണരൂപം, അല്ലെങ്കിൽ മഹാവിഷ്ണു രൂപം, നാരായണ രൂപം, അല്ലെങ്കിൽ ശ്രീരാമൻ രൂപം നമുക്ക് അതാണല്ലോ. നമുക്കൊക്കെ ഒരു രൂപം വെച്ചാണല്ലോ ഭഗവാൻ നമുക്ക് കണ്ടതുപോലെ അങ്ങ് തോന്നും. അപ്പോൾ പരമാത്മാവായ ശ്രീരാമനെ നീ എൻ്റെ രൂപം ധ്യാനിച്ചു കൊള്ളുകയും വചനത്തെ വിചാരിച്ചു എൻ്റെ വചനങ്ങൾ ഈ പറഞ്ഞ വാക്കുകളെല്ലാം നീ വിചാരിച്ചും കൊണ്ട് നീ എന്നെ ധ്യാനിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞത് കേവലം, ഇത് സത്യമാണ്, ഇത് കള്ളമല്ല. ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം കൊണ്ട് വണങ്ങിനാൾ. മോഹം അകന്ന് തെളിഞ്ഞത് ചിത്തവും. അവരുടെ മോഹങ്ങൾ ഇതൊക്കെ പോയി, ആഗ്രഹങ്ങളെല്ലാം തെളിഞ്ഞിട്ട് നല്ല സുന്ദരമായ ഒരു ചിത്തം ഉണ്ടായി, തെളിഞ്ഞ് പ്രകാശിച്ചു. ദേഹാഭിമാനത്തെ ദുഃഖവും പോക്കിനാൻ. ദേഹമുള്ള അപമാനം ഭക്തന്മാർക്കില്ല. എങ്ങനെയായാലും അവർക്ക് യാതൊരു സമമാണ്. ഒരാൾ കളിയാക്കിയാലോ ഒരു അപമാനം തോന്നത്തില്ല അവർക്ക്. അതുകൊണ്ട് ഇങ്ങനെ താരയും അങ്ങനെയായി. ദേഹാഭിമാന ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശ സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തിയായി നാൾ. അങ്ങനെ എങ്ങനെ ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മുക്തിയാകുന്നത്. എല്ലാവരും പറയും മരിക്കുമ്പോൾ മുക്തി കിട്ടണമെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ മുക്തനായോ ഇല്ലേ. അതുകൊണ്ട് ഇവിടെ ആത്മാനുഭൂതി കൊണ്ട് ആശ് സന്തുഷ്ടയായി. അപ്പോൾ അനുഭൂതി വന്നവർക്ക് ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ളിൽ അനുഭൂതി ഉണ്ടായി, നിർവൃതി ഉണ്ടായി, ചേർന്ന് അങ്ങനെ അത് സന്തുഷ്ടമായി. ആത്മബോധേന ജീവൻ മുക്തിയായാൻ അവൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് സംഗമം മാത്രം താരയും. അപ്പോൾ ക്ഷണം കൊണ്ട് ഇത്രയും അവരെ മുക്തിയാക്കി എടുത്തു ഭഗവാൻ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് ക്ഷണം സംഗമ മാത്രേണ താരയും. ഭക്തി മുഴുത്തിട്ട് അനാദി ബന്ധം തീർന്ന് ഈ ലോകത്തിലുള്ള സർവത്തിൻ്റെയും ബന്ധം അറ്റുകളഞ്ഞു. വേണ്ട, അവിടെ അങ്കദൻ മകനുണ്ടെന്നോ രാജ്യമുണ്ടെന്നോ ഒരു കുന്തവും വേണ്ട, എല്ലാം ഛേദിച്ച് കളഞ്ഞു. എന്നിട്ട് ഭക്തി മുഴുത്തെങ്കിലേ അത് വരൂ. ഭക്തി മുഴുത്ത് അങ്ങേ അറ്റമാണ്. അങ്ങനെ ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്ന് മുക്തയായ ആളൊരു നാരി എന്നാകിൽ അങ്ങനെ സ്ത്രീ അങ്ങനെ ആയി. വ്യഗ്രമെല്ലാം അകലെ പോയി. എൻ്റെ അതായത് ഭർത്താവ് മരിച്ചെന്നോ ഭർത്താവുണ്ടെന്നോ ഒന്നുമില്ല, എല്ലാം അകലെ പോയി തെളിഞ്ഞത്. സുഗ്രീവനും ഇവ കേട്ടു അനന്ത. ഇതെല്ലാം സുഗ്രീവനും കേട്ടു. അജ്ഞാനമെല്ലാം അകന്ന് സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായാൻ തുലോ. അങ്ങനെ എല്ലാം മംഗളമായി ഭവിച്ചു. താരയ്ക്കുള്ള വിഷമങ്ങളും എല്ലാം പോയി ജീവൻ മുക്തിയായി. എന്തൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഒരുപാട് സമയമായി, എന്തായാലും സാരമില്ല. ഇതെല്ലാം എൻ്റെ അറിവിനൊത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ള ചില കാര്യങ്ങളും പറ്റത്തില്ല, അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് പറയാൻ അതിൻ്റെ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. എങ്കിലും എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇതുപോലെ ആകണമെന്ന് എൻ്റെ പ്രാർത്ഥന. മക്കളെല്ലാവരും സുന്ദരിയാണ്. എങ്ങനെ സുന്ദരി? ഭഗവാന്റെ ഇഷ്ടം വരുന്ന ഒരു സുന്ദരനാവുക. എങ്ങനെയാ? ആത്മാവിൽ ജീവൻ മുക്തിയായി ജീവിക്കുക. എല്ലാത്തിൽ നിന്നും കുറേശ്ശെ നമുക്കുള്ള പ്രായം അനുസരിച്ച് മതി. കുട്ടിനാളി വേണമെന്നല്ല പറയാം. എൻ്റെ പ്രായത്തിലോട്ട് ഇരിക്കുന്നുള്ള നമുക്ക് ഒരു എത്ര നാൾ നമ്മൾ ജീവിച്ചു കൊള്ളുന്ന ഉറപ്പില്ല. അതുകൊണ്ട് കുട്ടിനാളിൽ ഇതെല്ലാം എടുക്കണം. നമ്മൾ അപ്പോഴെല്ലാം ഭഗവാൻ എനിക്ക് ഇത് വേണം, എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് വേണം, അതൊക്കെ സന്തോഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എങ്കിലും ഭഗവാൻ തന്നെ എല്ലാം അർപ്പിക്കണം. ഭഗവാനെ ഇതെല്ലാം ഭഗവാൻ തന്നതാണ്, എല്ലാം അവിടുത്തെയാണ്, ഇതെല്ലാം എൻ്റെ കുഞ്ഞ് അവിടുത്തെയാണ്, എൻ്റെ ഭർത്താവ് അവിടുത്തെയാണ്, എൻ്റെ ഭാര്യ അവിടുത്തെയാണ്, എൻ്റെ സർവ്വതും അവിടത്തേക്ക് തന്നെ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ നഷ്ടം വല്ലതുണ്ടോ? അപ്പോൾ ഭഗവാൻ സന്തോഷം വരത്തില്ലയോ? പിന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ചോദിക്കാം. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ പിള്ളേരെല്ലാം അവരുടെ സ്വന്തം കാലം നിൽക്കാറാകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ എന്നുള്ള ചിന്ത അത് ദുരിതാബ്ധിയാണ്. ഒരിക്കലും പാടില്ല. നമ്മൾ ഒരു മനുഷ്യരുടെ എന്തിനാ? അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും അവരോട് ഇഷ്ടം പോലെ ആവട്ടെ. എങ്കിലും എത്രയും മക്കളത് ഇത്രയും സമയം എടുക്കാൻ വായിക്കുന്നല്ലോ എല്ലാവർക്കും. കാരണം ഇതിന്ന് ഒരുപാട് സമയമുണ്ട്. മക്കളെല്ലാവരും വായിക്കണം. വെറുതെ എങ്കിലും അങ്ങ് വായിച്ച് സന്തോഷം കൊള്ളുക. എന്തോ പറയാ, ഹരിവോ എല്ലാം അങ്ങ് മറന്നു പോകും മക്കളെ.